ഹലോ ആശാമാരെ ആശാത്തികളെ, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയുള്ള സിനിമയാണ് കൊണ്ടുവന്നതെന്ന് നോക്കിയാൽ ഹൗണ്ടടാ എത്ര ടിസ്റ്റാണടാ, വിരലിൽ എണ്ണാവുന്നതിലും കൂടുതൽ ടിസ്റ്റ് അത്രത്തോളം വെച്ചിട്ടുണ്ടടാ പടത്തിൽ എന്ന് പറഞ്ഞ പോലുള്ളൊരു ഇന്ത്യൻ സിനിമയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഭയങ്കരമായിട്ടുള്ള സസ്പെൻസ് ത്രില്ലർ, നൊടിക്ക് നൊടി എന്താണ് സംഭവിക്കുന്നത് എന്ന പേടി വരുന്നൊരു ഇന്ത്യൻ സിനിമയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കോൺസെപ്റ്റ് അത്ര വലിയ കോൺസെപ്റ്റ് ഒന്നല്ല. ഒരു ഫ്ലൈറ്റ്, ആ ഒരു ഫ്ലൈറ്റിൽ 120 കോടിക്ക് മേലെ മതിപ്പ് വരുന്ന ഡയമണ്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ ഇതേ ഫ്ലൈറ്റിൽ എയർ ഹോസ്റ്റസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഹീറോയിന് തൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ചേർന്ന് ആ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ആകുന്നതിന് മുന്നേ അത് അടിച്ചു മാറ്റണമെന്ന് വിചാരിച്ചിട്ട് പക്കായിട്ടുള്ള പ്ലാനിങ്ങിൽ കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഇവരുള്ളൊരു ടിസ്റ്റ് എന്തെന്നാൽ ഇവർ തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് വേറൊരു ടീം ഈ ഒരു ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഹീറോയിനും കൂട്ടരും എങ്ങനെയാണ് ഇവരെ നടുവുന്ന് ഇവർ കാണാതെ ഈ ഒരു ഡയമണ്ട്സ് കട്ടെടുക്കുന്നത് എന്ന സ്റ്റോറി ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടും ഭയങ്കര മാസ്സായിട്ടും ടിസ്റ്റുകളെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത പോലെ നമുക്ക് പറഞ്ഞു തരുന്ന സിനിമയാണ് ചോർ നിക്കൽ കി ബാഗ ആൻഡ് വെൽക്കം ടു മൂവി ട്രോൾ 23. ഞാൻ നിങ്ങളാരുമില്ല, നിങ്ങൾ എൻ്റെയും ആരുമില്ല. എന്നാൽ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, അന്യഭാഷ ക്രൈം ത്രില്ലർ ട്വിസ്റ്റഡ് സിനിമ സ്റ്റോറീസ് കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, മറക്കാണ്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തോളൂ. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള സിനിമ സ്റ്റോറീസ് പെട്ടെന്ന് കാണാൻ പറ്റുക. ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് സീൻ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഫസ്റ്റ് സീനിൽ നല്ലോണം മുഖം അടിച്ച് ചപ്പാത്തി പോലെ പരത്തി ഒരുത്തിനെ ഇരുത്തിയിട്ടുണ്ടല്ലോ. ഇവൻ്റെ പേരാണ് അങ്കിട്ട്. ഇവനെ പോലീസ് പിടിച്ച് ചോദ്യം ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം എന്തെന്നാൽ, ഈ ഫ്ലൈറ്റിൽ ഏകദേശം 109 ആളുകളുണ്ടായിരുന്നു, എന്നാൽ നിന്നെ മാത്രം എന്താണ് അവരടിച്ചത് എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഇപ്പോൾ അവരങ്ങനെ കട്ട് ചെയ്ത് ഒരു 8 മണിക്കൂർ മുന്നേ കാണിക്കുന്നുണ്ട്. ഒരു 3 ആളുകൾ ഒറ്റക്കൊറ്റക്ക് എയർപോർട്ട് നോക്കി നടന്നു വരുന്ന കാഴ്ച. ഈ ഒരു കാഴ്ച എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ തുപ്പാക്കി സിനിമയിൽ 12 തീവ്രവാദികളെ ഹണ്ട് ചെയ്യുന്നൊരു സീനുണ്ടല്ലോ, അതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഇവർ 3 പേരും എയർപോർട്ടിലേക്ക് എൻട്രി ആകുന്നത് കാണിക്കുന്നുണ്ട്. ചെക്കിങ്ങിൽ നിൽക്കുമ്പോൾ ഇവർ 3 പേരും മാറി മാറി നോക്കുന്നുണ്ട്. ഇവരുടെ 3 പേരുടെയും മുഖത്ത് ഒരു വെപ്രാളം കാണുന്നുണ്ട്, ഒരു ടെൻഷൻ കാണുന്നുണ്ട്. ഇവരല്ലാതെ 4ാമതൊരാൾ ബാഗിട്ട് അവിടെയുള്ള യാത്രക്കാരെ എല്ലാം നോട്ടം ഇട്ടിട്ട് സ്കാൻ ചെയ്തിട്ട് ഉള്ളിലേക്ക് നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മുടെ ഹീറോയിൻ്റെ എൻട്രി. ഇവരുടെ പേര് നേഹ എന്നാണ്. പതിവ് തെറ്റിക്കണ്ട് യാത്രക്കാരെ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലുള്ളൊരു പാസഞ്ചർ കയ്യിലൊരു കുഞ്ഞുമായിട്ട് വരുന്നുണ്ട്. ആ ഒരു കുഞ്ഞിനെ കണ്ടപ്പോൾ ഇവർക്ക് എന്താണ് തോന്നിയത് എന്നറിയില്ല, ഒരുമാതിരി മുഖം വെല്ലാണ്ടാകുന്നുണ്ട്. അപ്പോൾ അടുത്തുള്ള ഫ്രണ്ട് ഹീറോയിൻ്റെ കാതിലും എല്ലാം പറയുന്നുണ്ട്, ഇനിയും ഒരു 8 മാസത്തിനുള്ളിൽ നിൻ്റെ കയ്യിൽ വരൂല ഇതുപോലൊരു കുഞ്ഞ് എന്ന് പറയുമ്പോൾ ഇത് കേട്ട ഹീറോയിൻ്റെ മുഖത്ത് വെല്ലായ്മ കണ്ട അവർ എന്താണ് നിനക്കും നിൻ്റെ ആൾക്കും എന്തെങ്കിലും പ്രശ്നം ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് ഒരു 8 മാസത്തിന് മുന്നേ കാണിക്കുന്നുണ്ട്. നല്ല സൂപ്പറായിട്ട് ഹാൻഡ്സമായിട്ട് ഭയങ്കര കാമായിട്ടുള്ളൊരു പേഴ്സൺ ഈ ഒരു ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ അവരെ ആദ്യമായിട്ട് കാണുന്നത്. ഇപ്പോൾ അവർ നോൺ വെജ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നോൺ വെജ് വീഗനിൽ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയി നോൺ വെജ് ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ പൊതുവെ ഇതുപോലുള്ള പാസഞ്ചേഴ്സ് എല്ലാം ഭയങ്കരമായിട്ട് ചൂടാവും. പക്ഷേ ഇവർ ഭയങ്കര കാമായിട്ട് എനിക്ക് ഫുഡൊന്നും വേണ്ട, വെള്ളം ഉണ്ടെങ്കിൽ തരൂ എന്ന് പറയുമ്പോൾ ഇത് കേട്ട ഹീറോയിൻ ചെറുതായിട്ട് അത്ഭുതപ്പെടുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ നോൺ വെജ് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടാവും, അതാണെങ്കിൽ ഹീറോയിൻ കഴിക്കാതെ ഇവർക്ക് വന്ന് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇവർ തമ്മിൽ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു മീറ്റിങ്ങിൽ ഇവർക്ക് ഹീറോയിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവരുടെ പേര് അങ്കിട്ട്. സോ ഉടനെ ഫ്ലൈറ്റ് ലാൻഡായ ഉടനെ ഡയറക്റ്റായിട്ട് ഇവൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ കൂടെ ഡിന്നർ കഴിക്കാൻ വരുമെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് കുറച്ച് ഫ്ലേട്ടിങ് മാതിരി ആകുന്നുണ്ട്. അതുകൊണ്ട് ഹീറോയിൻ ഇതുപോലെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ട് ഇല്ല വേണ്ട എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഒരു ചില നാളുകൾ കഴിഞ്ഞ് അപ്രതീക്ഷിതമായിട്ട് അങ്കിട്ടും നേഹയും ഒരേ പബ്ബിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. നേഹയെ കണ്ട ഉടനെ അങ്കിട്ട് ഒരുമാതിരി ഷോക്കിംഗ് ആയിട്ട് സന്തോഷപ്പെടുന്നുണ്ട്. പക്ഷേ നേഹ ഇവനെന്താ എന്നെ ഫോളോ ചെയ്യാണോ എന്ന് വിചാരിച്ച് ചൂടായിട്ട് പറഞ്ഞയക്കുന്നുണ്ട്. പക്ഷേ എന്തോ അങ്കിട്ടിന് അന്ന് നല്ല സമയമാണ് എന്ന് തോന്നുന്നു. എന്തോ ഹീറോയിൻ്റെ കാർ കേട് വന്നിട്ട് റോഡിൽ നിൽക്കുമ്പോൾ അങ്കിട്ട് വന്ന് നേഹയെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. വീണ്ടും ചെറുതായിട്ട് അങ്കിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ്റെ അടുത്ത് ഒന്നും നടക്കുന്നില്ല. പക്ഷേ അങ്കിട്ടിന് ഹീറോയിനോടുള്ള ഇഷ്ടം കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയോ കഷ്ടപ്പെട്ട് ഹീറോയിൻ്റെ ഇൻസ്റ്റാ ID കണ്ടുപിടിച്ച് നമ്മുടെ ആൾ റിക്വസ്റ്റ് അയച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. ഹീറോയിനും പിന്നീട് അങ്കിട്ടിന് ഇഷ്ടമാവുന്നതോടെ മെസ്സേജുകൾ കോളുകളായിട്ട് മാറാൻ തുടങ്ങുന്നുണ്ട്. ശേഷം അത് മീറ്റിംഗ് ആയിട്ട് മാറുന്നുണ്ട്. ഹീറോയിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ആ ഒരു മീറ്റിംഗ് കൂടാതെ പബ്ബിൽ പോയിട്ട് ഡാൻസ് വരെ കളിക്കുന്നുണ്ട്. ഈ ഒരു ഡാൻസ് കഴിഞ്ഞ് 2 പേരും നടന്നു വരുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, അവസാനമായിട്ട് എൻ്റെ അച്ഛൻ്റെ കൂടെയാണ് ഇങ്ങനെ കളിച്ചിട്ടുള്ളത്, അച്ഛനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അങ്കിട്ട് നിനക്ക് മിസ് ചെയ്യാൻ അച്ഛൻ എന്ന് ഒരാളെങ്കിലും ഉണ്ടല്ലോ, എനിക്ക് അതുപോലില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് സ്വന്തം എന്ന് പറയാൻ ഈ ഒരു ലോകത്ത് ആരുമില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ ഞാനുണ്ട് നിനക്ക് എന്ന് പറഞ്ഞ് കൈ പിടിക്കുന്നുണ്ട്. ഇവിടെ ഇവരുടെ കാതിൽ ആരംഭിക്കുന്നുണ്ട്. ഭയങ്കര ഫാസ്റ്റായിട്ട് ഇവർ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഇവർ ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഇവർ ഒന്നായിട്ടിരിക്കുമ്പോൾ ഹീറോയിൻ്റെ പുറത്ത് ഒരു തയമ്പുണ്ടാവും. ഇതെങ്ങനെ ഈ ഒരു തയമ്പ് വന്നതെന്ന് അങ്കിട്ട് ചോദിക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ വന്ന മുറിവാണ്, ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവിടെ കട്ട് ചെയ്ത് പ്രസൻറ്റിൽ കാണിക്കുന്നുണ്ട്. ഫ്ലൈറ്റ് ഇനിയും കുറച്ച് സമയത്തിനുള്ളിൽ ടേക്ക് ഓഫ് ആകാൻ പോകുന്നുണ്ട്. ആ ഒരു സമയം ഒരു വയസ്സായ ആൾ വന്നിട്ട് നല്ല ചൂടുള്ള വെള്ളം വേണം, അർജൻറ്റായിട്ട് വേണം എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കിയാൽ അവർക്ക് എന്തോ പെയിൽസിൻ്റെ പ്രോബ്ലം ഉണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോൾ ഉള്ളിലൂടെ നടന്നു വരുന്ന ഹീറോയിനെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് സീനിൽ ഒരുത്തിന് ബാഗ് ഇട്ടിട്ട് ഉള്ളിലുള്ള ആളുകളെ വീക്ഷിച്ച് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവന് ഹീറോയിനെ വിളിച്ച് എനിക്ക് കുറച്ച് ജ്യൂസ് വേണമെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ അടുത്തുള്ള പാസഞ്ചറും എനിക്കും ജ്യൂസ് വേണമെന്ന് പറയുന്നുണ്ട്. ശരി സർ, ഞാൻ
ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഹീറോയിന് ബാക്കി കാര്യങ്ങൾ നോക്കുന്നുണ്ട്. കയ്യിലൊരു ലിസ്റ്റ് വെച്ചിട്ട് എല്ലാവരും കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ അതേ ഫ്ലൈറ്റിൽ അങ്കിട്ടുണ്ട്. അവനെ ഒരുമാതിരിയായിട്ട് നോക്കുന്നുണ്ട്. കണ്ട ഉടനെ അവിടെ അങ്ങനെ കട്ട് ചെയ്ത് വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ ഹീറോയിന് ഇവർ ഭയങ്കര ഫാസ്റ്റ് ആയതുകൊണ്ട് ഹീറോയിൻ ഗർഭിണിയാക്കുന്നുണ്ട്. സോ ഹീറോയിന് പ്രഗ്നൻ്റ് ആയത് അങ്കിട്ടിനെ എണീപ്പിച്ച് പറയുമ്പോൾ ഫസ്റ്റ് ഭയപ്പെടുന്ന പോലെയാണ് മനസ്സിലാകുന്നത്. പെട്ടെന്ന് അവൻ്റെ കയ്യിലുള്ള റിങ് അയച്ചിട്ട് സൂപ്പർ, ഇതാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ട കറക്റ്റ് സമയം, നമ്മൾ കല്യാണം കഴിക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത് നമ്മുടെ ഹീറോയിൻ പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ അങ്കിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് കുഞ്ഞ് ജനിക്കാൻ പോകുന്നത് ചിന്തിച്ച് ഭയങ്കരമായിട്ട് സന്തോഷപ്പെടുന്നുണ്ട്. സോ ഇങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും ജീവിതം ഭയങ്കര സന്തോഷത്തോടെ സ്റ്റാർട്ടാകുന്നുണ്ട്. ഓരോരോ നാളും ഭയങ്കര സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സന്തോഷത്തിൽ വലിയൊരു ബോംബ് വീഴുന്ന പോലെ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നുണ്ട്. അവരൊരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ഫാമിലി എന്ന് പറയാൻ ആരുമില്ല, എന്നാൽ നിൻ്റെ ഫാമിലി പറഞ്ഞോ നമ്മുടെ കല്യാണം എന്ന് അങ്കിട്ട് ചോദിക്കുമ്പോൾ എനിക്കും ഫാമിലി എന്ന് പറയാൻ ആരുമില്ല, ഒരേ ഒരു കസിന് മാത്രമേ ഉള്ളൂ എന്ന് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് റൗഡികൾ വന്നിട്ട് അങ്കിട്ടിനെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് പുറത്തേക്ക് വരാൻ പറയുന്നുണ്ട്. അവരെ കണ്ട ഉടനെ അങ്കിട്ട് ഭയപ്പെടുന്നുണ്ട്. ഇത് കണ്ട ഹീറോയിനും ഭയപ്പെടുന്നുണ്ട്. എന്നാൽ അങ്കിട്ട് ഹീറോയിനെ സമാധാനപ്പെടുത്തിയിട്ട് ഒരു മിനിറ്റ് ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അങ്കിട്ട് പുറത്തേക്ക് പോകുമ്പോൾ അവനെ പിടിച്ച് ഈ റൗഡീസ് അടിക്കുന്നുണ്ട്. എന്തോ ഒരു വലിയ പ്രശ്നത്തിൽ ഇവൻ പെട്ടിട്ടുണ്ട് എന്ന് മാത്രം ഹീറോയിൻ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ വലിയ പ്രശ്നം ഒന്നും അല്ല എന്നതുപോലെ ഇവൻ അഭിനയിക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ പറയുന്നുണ്ട്, മര്യാദക്ക് സത്യം പറഞ്ഞോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെയാണ് എല്ലാ കാര്യങ്ങളും ഇവൻ ഓപ്പൺ ചെയ്യുന്നത്. ഇവന് ഡയമണ്ട്സ് ബിസിനസ് ചെയ്യുന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതിലാണെങ്കിൽ അവിടെയുള്ള ഒരു ഗാങ്സ്റ്റർ ഇവനെ വിശ്വസിച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ലോസ് ആയിട്ട് ഏകദേശം 20 കോടിക്കടുത്ത് നഷ്ടം വന്നതുകൊണ്ട് ആ ഒരു ഗാങ്സ്റ്ററെ ഇവനെ പിടിച്ചടിച്ചിട്ട് 20 കോടി രൂപ തരാൻ പറഞ്ഞുകൊണ്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ കൊന്നു കളയുന്നു, ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇവൻ്റെ കമ്പനിയിൽ നിന്ന് ഡയമണ്ട്സ് കട്ടെടുത്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. ഇതാണ് പ്രശ്നം, ഞാൻ നല്ല രീതിയിൽ ലോക്ക് ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അട പാവി എന്ന് പറഞ്ഞ് ഹീറോയിന് ഷോക്ക് ആകുന്നുണ്ട്. ഇവൻ നല്ലവനാണ്, എല്ലാം ഓക്കെയാണ്, ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ നമ്മുടെ ഫാമിലി ആരംഭിക്കാൻ പോവുകയാണ്, നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ്, ഇപ്പോഴാണോ ഇതൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ് ഹീറോയിന് ടെൻഷൻ ആകുന്നുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് പറയുന്നുണ്ട്. ഹീറോയിൻ്റെ കൗത്തിൽ അതായത് പുറത്ത് ഒരു തയമ്പുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഹീറോ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അതെന്താണ് എന്ന്. അതിൻ്റെ പിന്നിലൊരു കഥ ഉണ്ട്. സത്യത്തിൽ നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനും ഒരു ഇല്ലീഗലായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഗാങ്സ്റ്ററിൻ്റെ ക്യാഷ് ഹാൻഡിൽ ചെയ്യുന്നവനായിരുന്നു. അങ്ങനെ അതിലൊരു ചെറിയ പ്രോബ്ലം വന്നിട്ട് ഹീറോയിൻ്റെ കണ്ണ് മുന്നിൽ നിന്ന് ഇവരുടെ അച്ഛന് കൊല്ലപ്പെടുമ്പോൾ അതിലൊരു ബുള്ളറ്റ് ഇവർ അച്ഛനെ വെടിവെച്ചാൽ അതിൽ നിന്ന് ഒരു ബുള്ളറ്റ് ഇവരുടെ ഷോൾഡറിൽ വന്ന് പെടുന്നുണ്ട്. അതാണ് ഹീറോയിന് ആ ഒരു മുറിവ് വന്നത്. സോ ഹീറോയിൻ്റെ പാസ്റ്റ് ഭയങ്കരമായിട്ടുള്ള ഡ്രാമയാണ്. ആവശ്യമില്ലാണ്ട് ഹീറോയിൻ്റെ അച്ഛന് ഇല്ലീഗലായിട്ട് ക്യാഷ് സമ്പാദിക്കാൻ പോയിട്ട് ഒരു പ്രശ്നം വന്ന് മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ അത് തന്നെ എൻ്റെ ജീവിതത്തിൽ റിപ്പീറ്റ് ആകുന്നു എന്ന് പറഞ്ഞ് ഹീറോയിന് ആകെ ടെൻഷൻ ആകുന്നുണ്ട്. ഇപ്പോൾ അവർ കട്ട് ചെയ്ത് ഇപ്പോൾ വീണ്ടും ഫ്ലൈറ്റിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്കിട്ട് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ അത് നേഹക്ക് കാണിച്ച് അങ്കിട്ട് ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെന്നടാ പുതിയ കഥ എന്ന് നോക്കുമ്പോൾ പടത്തിൻ്റെ മുഖ്യമായിട്ടുള്ളത് ഇവിടെയാണ് ആരംഭിക്കുന്നത്. ഇവിടെ അങ്ങനെ കട്ട് ചെയ്ത് വേറൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. നല്ല കാണാൻ രസമുള്ളൊരു ഫോൺ, അതിൻ്റെ പിന്നിൽ നല്ല വെള്ളാരം പോലെ തിളങ്ങുന്ന 120 കോടി വില മതിക്കുന്ന ഡയമണ്ട്സ്. ഇത് ആ ഒരു നാട്ടിലുള്ള ഹോം മിനിസ്റ്റർ ദുബായ് ഷേഖിൻ്റെ അടുത്തുനിന്ന് ഇല്ലീഗലായിട്ട് വാങ്ങുന്നുണ്ട്. വാങ്ങുന്നതിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇതെങ്ങനെ ഇന്ത്യയിൽ ഡെലിവറി ചെയ്യുക എന്ന് നോക്കുമ്പോൾ അതിന് ആ ഒരു ഷേഖ് ഒരു പക്കായിട്ടുള്ള പ്ലാൻ പറയുന്നുണ്ട്. അതൊന്നും വലിയ പ്രശ്നമില്ല, ഞങ്ങൾ ഈസി ആയി കൊണ്ടുവന്ന് തരും, നിങ്ങൾ പണം ഇന്ത്യയിലുള്ള ഞങ്ങളുടെ ആളുടെ അടുത്ത് എത്തിച്ചാൽ മതി, ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു കൊറിയർ പേഴ്സൺ ഫ്ലൈറ്റിൽ ഒരു സൂട്ട് കേസിൽ ഈ ഒരു ഫോൺ കൊണ്ടുവന്ന് തരും. സത്യത്തിൽ ഈ ഒരു സൂട്ട് കേസ് 2 നമ്പർ കോമ്പിനേഷനിൽ വരുന്നൊരു സൂട്ട് കേസാണ്. ഒരു കോഡ് ഞങ്ങളുടെ സൈഡിലുള്ള അങ്കിട്ട് അവർക്കറിയും, വേറൊരു കോഡ് നിങ്ങൾക്കും അയച്ചു തരും. ആക്ച്വലി അങ്കിട്ട് ഷേഖിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ പക്കായിട്ട് വന്ന് ചേരുന്നുണ്ടാവും ഫ്ലൈറ്റിൽ. പക്ഷേ ഹോം മിനിസ്റ്ററുടെ കൂടെ ഒരു പി ഉണ്ടാവും. അവർക്കാണെങ്കിൽ ഈ ഒരു ഡീൽ അത്രത്തോളം വിശ്വാസം വരില്ല. പി പറയുന്നുണ്ട്, നിങ്ങൾ ക്യാഷ് വാങ്ങിയിട്ട് മുങ്ങിയാലോ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നതിന് മുന്നേ കളഞ്ഞു പോയാലോ, ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ അതിനും അവരൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഒരു ഫോണിൽ ഒരു സിം ഉണ്ടാവും. സത്യത്തിൽ അതൊരു GPS ആണ്, അത് വെച്ച് ട്രാക്ക് ചെയ്യാം. എന്നാൽ സിം ആരെങ്കിലും എടുത്ത് കളഞ്ഞാലോ എന്നിങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അവിടെ ഒരു പെണ്ണ് പറയുന്നുണ്ട്, സർ നിങ്ങൾ ആ ഒരു ക്യാഷ് തന്ന ഉടനെ ഞങ്ങൾ ആ ഒരു ഡയമണ്ട് ഇൻഷുർ ചെയ്യും. സോ നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേർന്നിട്ടില്ലെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് എന്നൊരു ഗ്യാരണ്ടി കൊടുക്കുമ്പോൾ ഈ ഒരു ഗ്യാരണ്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് അത് ഡീലാകുമ്പോൾ ആ ഒരു ഡീൽ തീർന്ന ഉടനെ അങ്കിട്ട് മിനിസ്റ്ററുടെ പി ഉണ്ടല്ലോ അവരെ മീറ്റ് ചെയ്ത് അവരെ തനിയെ ഒരു പാർട്ടിക്ക് കൂട്ടിയിട്ട് പോയിട്ട് അവരെ സന്തോഷപ്പെടുത്തിയിട്ട് പെട്ടെന്ന് അങ്കിട്ട് ചോദിക്കുന്നുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ചേർന്നിട്ട് ആ ഒരു ഡയമണ്ട് കട്ടെടുത്താലോ എന്ന് പറഞ്ഞ് അവരെ പിരികേറ്റി വിടുമ്പോൾ അവർക്കും ഈ ഒരു ഐഡിയ നല്ലതാണ് എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ പിടിക്കപ്പെട്ടാലോ, ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ അങ്കിട്ട് പറയുന്നുണ്ട്, അത് ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട, ഫോൺ എടുക്കുന്നത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ മിനിസ്റ്റർക്ക് എന്തായാലും ഇൻഷുറൻസ് പണം വന്ന് ചേരും, അതുകൊണ്ട് ആർക്കും ഇതിലൊരു നഷ്ടമില്ല. ഫ്ലൈറ്റ് കയറിയതിന് ശേഷം നിങ്ങൾക്ക് വരുന്ന കോഡ് മാത്രം എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നാൽ മതി, മറ്റേതെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് അങ്കിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നടന്ന കഥ. പിന്നീട് അവിടെ കട്ട് ചെയ്ത് ഫ്ലൈറ്റിൽ കാണിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഹീറോയിൻ എങ്ങനെ വന്നതെന്ന് പിന്നീട് നമുക്ക് കാണാം. ഇവിടെ ഇപ്പോൾ ഹീറോയിൻ വന്ന് അങ്കിട്ടിൻ്റെ കാതിൽ നീ പറഞ്ഞ ആൾ ഇപ്പോഴും വന്നിട്ടില്ല, അതായത് ഡയമണ്ട് കൊണ്ടുവരുന്ന ആൾ ഇപ്പോഴും ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് കേട്ട ഉടനെ ഇവന് ഷോക്ക് ആകുന്നുണ്ട്. ഫ്ലൈറ്റിൽ ടേക്ക് ഓഫ് ആകുന്നുണ്ട്. ഇപ്പോൾ ബെൽറ്റ് അയച്ചിട്ട് ഇവൻ എന്താണ് ചെയ്യുന്നത് എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആ ഒരു ആൾ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തേടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ എയർ ഹോസ്റ്റേഴ്സിൻ്റെ പോലെ വന്നിട്ട് സർ ഇരിക്കൂ സർ എന്ന് പറയുന്നുണ്ട്. ഇവനെ നോക്കി എല്ലാവരും ചൂടാവുന്നുണ്ട്. ലൂസാവാനി
ഇരിക്കട അവിടെ എന്ന് പറഞ്ഞ് എല്ലാവരും ചൂടാവുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ഷേക്കിന് കോൾ ചെയ്തിട്ട് സർ ഞാൻ ഫ്ലൈറ്റിൽ കയറി അത് പറയാൻ വിളിച്ചതാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ അവരൊരു ടിസ്റ്റ് കൊടുക്കുന്നുണ്ട്. കൊറിയർ പേഴ്സണെ മാറ്റിയിട്ടുണ്ട്, ഫ്ലൈറ്റ് ഇറങ്ങിയ ഉടനെ നിനക്ക് മനസ്സിലാവും എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കഥ ഇവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ആരാണ് കൊറിയർ പേഴ്സൺ എന്ന് അറിയില്ല. ഇപ്പോൾ ഉടനെ എന്താണ് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ ഹീറോയിനെ പോയിട്ട് ടെൻഷൻ ആക്കുന്നുണ്ട്. അവൻ ആരാണെന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ടെൻഷൻ ആക്കുന്നുണ്ട്. ഇത്രയും ആളുകളിൽ നിന്ന് അവനെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും അവനൊന്നും കുടിക്കുകയോ കഴിക്കുകയോ ഒന്നും ചെയ്യില്ല, എല്ലാം അവൻ തന്നെ വെച്ചിട്ടുണ്ടാവും. അതാണ് ഓർഡർ എന്ന് പറയുമ്പോൾ ഇത് മനസ്സിലാക്കിയ ഹീറോയിൻ പെട്ടെന്ന് എല്ലാവർക്കും ഫുഡ് കൊടുത്ത് വരുമ്പോൾ ഒരാൾ മാത്രം എന്ത് ചോദിച്ചാലും വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട്. വെള്ളം വേണമെന്ന് ചോദിച്ചാൽ പോലും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഹീറോയിൻ മനസ്സിലാക്കുന്നുണ്ട്. ഹീറോയിൻ അങ്ങനെ കണ്ടുകൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫോൺ വെച്ചത് ആരാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ഇവനോട് പറഞ്ഞാൽ അവൻ്റെ അടുത്തുള്ള ബാഗ് എടുക്കാൻ പറയുന്നുണ്ട്. ഇതും നമ്മുടെ ഹീറോയിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് നീ എന്താണ് കളിക്കാണോ, എന്നെ കൊണ്ട് എങ്ങനെ ബാഗ് എടുക്കാൻ പറ്റുക എന്ന് പറയുന്നുണ്ട്. ശരി ഓക്കെ നീ ബാഗ് എടുക്കണ്ട, അവന് സീറ്റ് ഇല്ലാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യോ എന്ന് ചോദിക്കുന്നുണ്ട്. അവന് ബാത്റൂമിൽ പോയാൽ നന്നാവും എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ അങ്ങോട്ട് ഭയങ്കര ടെൻഷനിലാണുള്ളത്. ഈ ഒരു ഡയമണ്ട് എങ്ങനെയെങ്കിലും കട്ടെടുക്കണം, ഇല്ലെങ്കിൽ തീർന്നു എന്ന സിറ്റുവേഷനിൽ ആണ് ഇവനുള്ളത്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് വെപ്രാളപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഹീറോയിൻ എന്താണ് ചെയ്യുന്നതെന്നാൽ ശരി ഓക്കെ ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് എന്താണ് ചെയ്യുന്നതെന്നാൽ അറിയാത്ത പോലെ അവൻ്റെ മേലെ ഫുഡ് കളയുന്നുണ്ട്. അപ്പോൾ അവന് ഹീറോയിനോട് നല്ലോണം ചൂടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റെസ്റ്റ് റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഇവൻ എണീക്കുമ്പോൾ ഇപ്പോൾ അങ്ങോട്ട് സ്ലോ മോഷനിൽ അവൻ്റെ സീറ്റിൽ നിന്ന് എണീറ്റ് അയാളുടെ സീറ്റിലേക്ക് പോയിട്ട് ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് കയ്യെ വെക്കുമ്പോൾ ഇവിടെ കൊടുക്കുന്നതിന് മക്കളെ ഒരു വെടിക്കെട്ട് ടിസ്റ്റ്. പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് 3 തീവ്രവാദികൾ ഉള്ളിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇവർ പക്കായിട്ട് ഡയമണ്ട് കക്കാൻ പ്ലാൻ ചെയ്ത് സൂപ്പറായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇവർ ഒട്ടും പ്രതീക്ഷിക്കാതെ തീവ്രവാദികൾ ആ ഒരു ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ എങ്ങനെയാണ് ഇവർ ആ ഡയമണ്ട് കട്ടെടുക്കുക എന്നതാണ് കഥ. സോ എല്ലാവരെയും അടിച്ചിട്ടിട്ട് തീവ്രവാദികൾ സീറ്റിലിരുത്തുന്നുണ്ട്. ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്ത വിഷയം പൈലറ്റ് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ഇവരുടെ ഹീറോയിൻ്റെ തലയിൽ ഗണ്ണ് വെച്ച് ഫ്ലൈറ്റ് മാർഷൽ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ആരും ഒന്നും പറയുന്നില്ല. ഇപ്പോൾ തീവ്രവാദികൾ പറയുന്നുണ്ട് പറഞ്ഞില്ലേ ഹീറോയിനെ കൊല്ലും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് നേരം കഴിഞ്ഞ് ഒരാൾ കൈ പൊന്തിക്കുന്നുണ്ട്. ഇത് ആരാണെന്ന് നോക്കിയാൽ ആ ഒരു 3 പേര് ഫ്ലൈറ്റിലേക്ക് കയറാൻ ചെക്കിങ്ങിൽ നിൽക്കുമ്പോൾ ഒരാൾ ബാഗിട്ട് എല്ലാവരെയും വീക്ഷിച്ച് വന്നിട്ടുണ്ടാവില്ലേ, അവനാണ് ഈ ഒരു ഫ്ലൈറ്റിലെ എയർ മാർഷൽ. അവരെ പിടിച്ച് അടിച്ച് അവരുടെ അടുത്ത് മാത്രമേ ഗണ്ണ് ഉണ്ടാവുള്ളൂ. ആ ഒരു ഗണ്ണ് ഇവരെടുത്ത് ഇവർ ലാസ്റ്റ് സീറ്റിലെ എയർ മാർഷലെ കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട്. ഇവരാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണുള്ളത്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അപ്പോൾ കാലിയാവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പൊട്ടൻ എന്താണ് ചെയ്യുന്നത് എന്നാൽ ഹീറോയിസം കാണിക്കാൻ എന്ന് വിചാരിച്ച് എന്താണ് ചെയ്യുന്നത് എന്നാൽ ഹീറോയിനെ രക്ഷിക്കാൻ എന്ന പേരിൽ കുറുകെ വരുമ്പോൾ അവനെ പിടിച്ച് അജാതി ബ്രൂട്ടലായിട്ട് അടിക്കുന്നുണ്ട്. അത് കണ്ട എല്ലാവരും പേടിക്കുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ എല്ലാവർക്കും ഇതായിരിക്കും ഗതി എന്ന പോലെ കാണിക്കുന്നുണ്ട്. എല്ലാവരുടെയും ഫോൺ വാങ്ങി വെക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരെയും ഒരേ സ്ഥലത്ത് വെക്കുന്നുണ്ട്. ബിസിനസ് ക്ലാസ് എക്കണോമിക് ക്ലാസ് ഒന്നുമില്ല, ഇതെല്ലാം ഒഴിവാക്കിയിട്ട് എല്ലാവരെയും ഒരേ സ്ഥലത്ത് ഇരുത്തുന്നുണ്ട്. അങ്ങോട്ടിനെ കാണിക്കുന്നുണ്ട്. അവൻ വെപ്രാളപ്പെടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് സർ ഞാൻ ഇവിടെ ഇരിക്കാം സർ ഞാൻ അവിടെ ഇരിക്കാം എന്ന് ഓരോന്ന് പറയുന്നുണ്ട്, എന്ന് വാക്കുതർക്കം ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും അവൻ്റെ തലയിൽ ഒരു തട്ട് കൊടുത്തിട്ട് പോയി ഇരിക്കട എന്ന് പറഞ്ഞ് സൂപ്പർ പ്ലാനിങ്ങിൽ വന്നിട്ടുണ്ട് ഇവർ. ആണുങ്ങളൊക്കെ കോർണറിൽ ഇരുത്തുന്നുണ്ട്, പെണ്ണുങ്ങളെ തലക്കിലും ഇരുത്തുന്നുണ്ട്. അപ്പോൾ ആണുങ്ങൾക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു പ്ലാനിങ്ങിൽ അങ്ങോട്ടിനെ ലോക്ക് ചെയ്ത് ഇരുത്തുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ പ്ലാനൊക്കെ പൊളിഞ്ഞു എന്ന പോലെ നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഹീറോയിൻ്റെ തലയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എങ്ങോട്ടാണ് നോക്കിയാൽ ക്യാപ്റ്റൻ്റെ അടുത്ത് പോയി ഇവരെന്തിനാണ് ഹൈജാക്ക് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. പതിവ് പോലെ തന്നെ വേറൊരു തീവ്രവാദിയെ പോലീസ് പിടിച്ച് വെച്ചിട്ടുണ്ട്. അവനെ റിലീസ് ചെയ്യണം. 4 മണിക്കൂർ സമയമാണ് കൊടുക്കുന്നത്. എന്തിനാണ് ആ ഒരു സമയം എന്ന് നോക്കിയാൽ ഈ ഒരു ഫ്ലൈറ്റ് ഡൽഹിയിൽ പോകുന്ന ഫ്ലൈറ്റാണ്. അങ്ങനെ തിരിച്ച് കുളു മണാലിയിലുള്ള ഒരു കുളു എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് പോകണം. ഇല്ലെങ്കിൽ ആദ്യം ഇവിടെ കൊല്ലും, ശേഷം 1.1 ആയിട്ട് ഓരോരുത്തരെയും കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. വേറെ വഴിയില്ലാണ്ട് ഫ്ലൈറ്റ് തിരിക്കുന്നുണ്ട്. ഈ ഒരു ഹൈജാക്ക് മാറ്റർ ഹയർ ഓഫീസർമാർക്ക് വിവരം കിട്ടുന്നുണ്ട്. 3 പേര് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തിനാണ് അവിടെ ഫ്ലൈറ്റ് തിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ഇവർ റിലീസ് ചെയ്യാൻ പറയുന്ന തീവ്രവാദി അവിടെ ജയിലിലാണുള്ളത്. സോ അതവർക്ക് എളുപ്പമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഈ ഒരു 3 പേരിൽ കുറച്ച് യങ് ആയിട്ടുണ്ടല്ലോ ഒരു റോ ഏജൻറ്റ്, അവരെയാണ് ഇത് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ ആ ഒരു ന്യൂസ് ഹോം മിനിസ്റ്റർക്ക് മനസ്സിലാക്കുമ്പോൾ അവർ ഉടനെ അവരുടെ മാനേജർക്ക് കോൾ ചെയ്ത് ലേറ്റായിട്ട് ഹൈജാക്ക് ചെയ്ത മാറ്റർ പറഞ്ഞ് എന്ത് നടന്നാലും ആര് ചത്താലും നമുക്ക് പ്രശ്നമില്ല, നമ്മുടെ ഡയമണ്ട് പുറത്തേക്ക് വരണം, കൂടെ നമ്മൾ ചെയ്യുന്ന വിഷയം ആർക്കും അറിയും ചെയ്യരുത്, ആദ്യം എയർപോർട്ടിലേക്ക് പോകും, അവിടെ നടക്കുന്നത് എന്തൊക്കെ എനിക്ക് ഇൻഫോം ചെയ്യും എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവരെ കട്ട് ചെയ്ത് ആ ഒരു ഫ്ലൈറ്റിന് ഉള്ളിൽ കാണിക്കുന്നുണ്ട്. ആ ഒരു ഫ്ലൈറ്റിലെ എല്ലാ കൺട്രോളും ഈ ഹൈജാക്കേഴ്സ് എടുത്തിട്ടുണ്ടാവും. ഇതിനിടയിൽ ആ ഒരു അങ്കിട്ട് മാത്രം എന്താണ് ചെയ്യുന്നത് എന്നാൽ ഈ ഒരു സിറ്റുവേഷനിൽ പോലും ആ ഒരു ഡയമണ്ട് എങ്ങനെയെങ്കിലും എടുക്കണമെന്ന് വിചാരിച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പാമ്പ് ഏഴുന്ന പോലെയൊക്കെ ഏഴുന്നുണ്ട്. സാധാ സിറ്റുവേഷൻ മാറി സീരിയസ് ആയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയ ഹീറോയിന് കുറച്ച് സൈലൻ്റ് ആയിട്ടാണ് ഉള്ളത്. പക്ഷേ ഇവന് മാത്രം എണീറ്റ് ബാത്റൂമിൽ പോകണം സർ, ഛർദ്ദിക്കാൻ വരുന്നുണ്ട് സർ എന്നൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അടി പൊട്ടും എന്ന് വിചാരിക്കുമ്പോൾ ഹീറോയിന് അത് ഡൈവേർട്ട് ചെയ്യുന്ന വിധം സർ എല്ലാവർക്കും വെള്ളം കൊടുക്കണം സർ എന്ന് പറയുമ്പോൾ ഇനിയും കുറച്ച് സമയത്തിനുള്ളിൽ കുള്ളു എയർപോർട്ടിൽ ഇറങ്ങുമല്ലോ, അതിനുശേഷം വെള്ളം കുടിക്കാമെന്ന് ഹൈജാക്കർ പറയുമ്പോൾ ഫ്ലൈറ്റിലുള്ള എല്ലാവരും എന്തോന്ന് കുള്ളു എയർപോർട്ടോ എന്ന് പറഞ്ഞ് ടെൻഷനാകുമ്പോൾ ഒരു അലർച്ച അലറുന്നുണ്ട് ഈ ഒരു ഹൈജാക്കർ. ഉടനെ ഫ്ലൈറ്റിലുള്ള കുഞ്ഞ് കരയാൻ തുടങ്ങുമ്പോൾ ആ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ ശബ്ദം ഹീറോയിന് കേൾക്കുമ്പോൾ
വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കുഞ്ഞ് വയറ്റിൽ നല്ലോണം വളർന്നിട്ടുണ്ട്, നല്ല ഹെൽത്തിയാണ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും നല്ലോണം സന്തോഷിക്കുന്നുണ്ട്. കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ അതിന് വേണ്ട ഡ്രസ്സ്, ഷൂ എല്ലാം വാങ്ങുന്നുണ്ട്. ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഷോപ്പിംഗ് ഒക്കെ പോകുമ്പോഴാണ് ആ ഒരു സമയം ആ ഒരു റൗഡിയുടെ അടുത്തുനിന്ന് അങ്കിട്ടിന് കോൾ വരുന്നത്. ഒന്നുകിൽ ക്യാഷ് തരണം, ഇല്ലെങ്കിൽ ആ ഒരു ഡയമണ്ട് കട്ടെടുക്കുക എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് അങ്കിട്ട് നല്ലോണം കെഞ്ചുന്നുണ്ട്, എൻ്റെ അടുത്ത് ക്യാഷും ഇല്ല, എന്നെ കൊണ്ട് കട്ടെടുക്കാനും പറ്റില്ല, എനിക്കിപ്പോൾ ഒരു കുടുംബമുണ്ട്, എന്നെ വെറുതെ വിടൂ എന്ന് പറയുമ്പോൾ, എന്നാൽ നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ വൈഫിനെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്ക് എന്ന് പറയുമ്പോൾ ഇത് കേട്ട അങ്കിട്ട് ദേഷ്യപ്പെട്ട്, നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അത് നീ ചെയ്തോ, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം, നീ പറഞ്ഞതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അങ്കിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതോടെ ആ ഒരു റൗഡിക്ക് ദേഷ്യം വരുന്നുണ്ട്. അവനാണെങ്കിൽ അവൻ്റെ അടിയാളുകളോട് പറഞ്ഞിട്ട് അങ്കിട്ടിനെ അടിക്കാൻ പറയുന്നുണ്ട്. ഇവരും അവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. പക്ഷേ കാർ പാർക്കിങ്ങിൽ വെച്ച് അവനെ ഭയങ്കര അടി അടിക്കുന്നുണ്ട്. ഇത് കണ്ട് തടുക്കാൻ പോയ നേഹയെ ഭയങ്കരമായിട്ട് വയറ്റിലേക്ക് ചവിട്ടുന്നുണ്ട്. ആ ഒരു സ്ഥലത്ത് വീണ് അലറി കരയുന്ന ഒരു കാഴ്ച കാണുന്ന നമുക്ക് തന്നെ മനസ്സിലാവും അവർ എന്തോ ഒന്ന് നടന്നു എന്ന്. അവരുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അബോർട്ടായിട്ടുണ്ടാവും. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കണ്ണ് തുറന്ന് ഏങ്ങി ഏങ്ങി കരഞ്ഞോണ്ട് നേഹ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞില്ലടാ എന്ന് പറഞ്ഞ് ഏങ്ങി ഏങ്ങി കരയുന്നുണ്ട്. അങ്കിട്ടും സമാധാനപ്പെടുത്താൻ നോക്കുന്നുണ്ട്. പാവം അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. അങ്കിട്ട് പറയുന്നുണ്ട്, എല്ലാം എന്നെ കൊണ്ടാണ്, ഞാൻ തത്തുപോകാം എന്ന് മനസ്സുടഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആ ഒരു സ്ഥലത്ത് കറക്റ്റായിട്ട് വീണ്ടും ആ ഒരു റൗഡിയുടെ അടുത്തുനിന്ന് കോൾ വരുന്നുണ്ട്. ചെയ്യൂല എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ, പറ്റൂലടാ, നീ എന്നെ കൊന്നാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യൂലടാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സ്ഥലത്ത് നേഹ പറയുന്നുണ്ട്, പണം വന്ന് ചേരും നിനക്ക് എന്ന് ഒരു വാക്ക് പറയുന്നുണ്ട്. മാസമായിട്ട് കേൾക്കുന്ന നമുക്ക് തന്നെ ഒരു ഷോക്കാവും. ഇവരെന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് വിചാരിച്ച് എന്താണെന്ന് നോക്കുമ്പോൾ നേഹ പറയുന്നുണ്ട്, ഓൾറെഡി എൻ്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു, ഇപ്പോൾ എനിക്കെന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ, നിന്നെ ഞാൻ കൊല്ലാൻ കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ എങ്ങനെ പണം കൊടുക്കും, നമ്മളെ കൊണ്ട് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യത്തിന് പകരമായിട്ട് ഇപ്പോൾ അവിടെ കട്ട് ചെയ്ത് ഇപ്പോൾ ആ ഒരു ഫ്ലൈറ്റിൽ കാണിക്കുന്നുണ്ട്. സോ ഇപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്ന് എന്തിനാണ് ഡയമണ്ട് കക്കാൻ വന്നതെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. വേറെ വഴിയില്ല, ഇത് ഇവർ നിർബന്ധമായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ അങ്കിട്ടിനെ കൊന്നു കളയും. ഇതിലാണ് ആ ഒരു ഹൈജാക്കേഴ്സ് വേറെ ഹുള്ളു എയർപോർട്ടിൽ ഈ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്താൽ ഈ അവസരവും ഇവരുടെ കൈ വിട്ടുപോകും. സോ അതുകൊണ്ടാണ് അങ്കിട്ട് ഭയങ്കരമായിട്ട് വെപ്രാളപ്പെട്ടിരിക്കുന്നത്. സോ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നാൽ പെട്ടെന്ന് ശ്വാസം കിട്ടാത്ത പോലെ അഭിനയിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ആസ്മ പ്രോബ്ലം ഉള്ളതാണ്, എനിക്ക് ആ ഒരു ബാഗിലുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഒരു ഹൈജാക്കർ പോയി എടുത്തിട്ട് വാ എന്ന് പറയുന്നുണ്ട്. ഇതാണ് ചാൻസ് എന്ന് പറഞ്ഞ് അങ്കിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ ആ ഒരു ഫോൺ കൊണ്ടുവന്നവരുടെ ബാഗ് എടുത്ത് ആ ഒരു കേസ് എടുക്കുന്നുണ്ട്. ആ ഒരു കേസ് എടുത്തിട്ട് ഇവൻക്കാണെങ്കിൽ ആ ഒരു 2 പാസ്വേഡും അറിയാമല്ലോ, ആ ഒരു 2 കോഡും ക്ലിക്ക് ചെയ്ത് പെട്ടി ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഫോൺ എടുക്കുന്ന സമയം തന്നെ ഹൈജാക്കർ പിന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. എന്താണ് ഇൻഹേലർ എടുത്തോ എന്ന് ചോദിച്ചിട്ട്, നോക്കട്ടെ ഞാൻ എടുത്ത് തരാം ഇൻഹേലർ എന്ന് പറഞ്ഞ് ബാഗ് നോക്കുമ്പോൾ അതിലൊന്നും കാണുന്നില്ല. അപ്പോൾ ആ ഒരു ഹൈജാക്കർ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എവിടെ പോയി നിൻ്റെ അസുഖം എന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ട് വീണ്ടും അഭിനയിക്കാൻ നോക്കുന്നുണ്ട്. ഇത് കണ്ട ഹൈജാക്കർ കൊടുക്കുന്നുണ്ട് മൂക്കിനൊരു കുത്ത് കിട്ടിയ ഉടനെ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്ന പോലെ ചോര ഒലിക്കുന്നുണ്ട്. മൂക്ക് ഉടഞ്ഞ് മൂഞ്ചി സതഞ്ഞ് രക്തം ഒലിക്കുമ്പോൾ അഭിനയിക്കാനോടാ എന്ന് പറഞ്ഞ് വലിച്ചു കൊണ്ടുവന്ന് അവൻ്റെ സീറ്റിൽ കൊണ്ടുവന്ന് ഇരുത്തുമ്പോൾ അങ്ങോട്ട് കരയാൻ തുടങ്ങുന്നുണ്ട്. ഇതാണെങ്കിൽ ഹീറോയിനെ കൊണ്ട് കാണാനേ പറ്റുന്നില്ല. സാർ ഫസ്റ്റ് എയ്ഡ് മാത്രം കൊടുക്കട്ടെ എന്ന് പറയുന്നുണ്ട്. പെർമിഷൻ ചോദിക്കുന്നുണ്ട്. പെർമിഷൻ വാങ്ങിയിട്ട് ഇപ്പോൾ അടുത്ത് വന്ന് ഹീറോയിൻ പറയുന്നുണ്ട്, നിനക്കെന്താ ഭ്രാന്താണ്, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, അവൻ നിന്നെ കൊന്ന് കളയോടാ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുമ്പോൾ ഇവർ അങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മുടെ റോ ഏജൻറ്റ് ഉണ്ടല്ലോ, അവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു തീവ്രവാദിയെ കൂട്ടിയിട്ട് വരുന്നുണ്ട് സ്പോട്ടിൽ. വരുന്ന വഴിയിൽ ഇവരൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഏതോ തീവ്രവാദത്തിന് എതിരായ പോലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലോ നീ, ഇപ്പോൾ തീവ്രവാദ ടീം നിന്നെ ചോദിക്കുന്നുണ്ടല്ലോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആർക്കറിയാം സാർ, ആ ഒരു പേരും പറഞ്ഞ് നിങ്ങൾ എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നതല്ല എന്ന് അവന് അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവർ അങ്ങനെ കട്ട് ചെയ്ത് വീണ്ടും ഫ്ലൈറ്റിനുള്ളിൽ കാണിക്കുന്നുണ്ട്. ഇവർ അത്രത്തോളം നടന്നിട്ടുണ്ട്. വെറുതെ ഇരുന്നൂടെ ഈ ഒരു അങ്കിട്ടിന് അത് വിട്ടിട്ട് രക്തം നിറയെ വരുന്നുണ്ട്. സാർ എനിക്ക് ബാത്റൂമിലേക്ക് പോകണം, ബാത്റൂമിലേക്ക് മാത്രം ഒന്ന് പോകാൻ സമ്മതിക്കും സാർ, ഇത് കൈയിട്ട് വരാം എന്ന് പെർമിഷൻ ചോദിക്കുമ്പോൾ അവനും പാവം ആണെന്ന് കരുതി ശരി പോ എന്ന് പറയുമ്പോൾ കൂടെ ഹീറോയിനും പോയിട്ട് ഹെൽപ്പ് ചെയ്യാം സാർ എന്ന് പറഞ്ഞ് തനിയെ ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട്. വന്ന ഉടനെ അങ്കിട്ട് പറയുന്നുണ്ട് ഹീറോയിനോട്, ആ ഒരു ഡയമണ്ട് എടുക്കാൻ ഓൾറെഡി ഞാൻ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ നീ പോയി ആ ഒരു ഫോൺ മാത്രം എടുത്ത് മറച്ച് വെക്കുക എന്ന് പറയുമ്പോൾ, എന്താണ് നീ പറയുന്നത്, അവർക്ക് മനസ്സിലായി എന്നെ കൊല്ലും എന്ന് പറയുമ്പോൾ അങ്കിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് എനിക്ക് വേണ്ടി ഇതൊന്നും നീ ചെയ്യൂലേ, ഞാനാണോ ഇത് ചെയ്യാന്ന് പറഞ്ഞത്, നീയല്ലേ ഇത് ചെയ്യാന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഹീറോയിനോട് ചൂടാവാൻ തുടങ്ങുന്നുണ്ട്. ഇത് ഹൈജാക്ക് ചെയ്യുന്നത് അപ്പോൾ അറിയൂലല്ലോ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ദേഷ്യത്തിൽ കൗത്ത് പിടിച്ചിട്ട് ഒരുമാതിരി വരട്ടാൻ തുടങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, ഈ ഒരു ഫ്ലൈറ്റ് വിട്ട് ഇറങ്ങിയാൽ ഞാൻ ചത്തുപോകും, ഇതാണ് അവസാന ചാൻസ്, ദയവ് ചെയ്ത് എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞ് വീണ്ടും സീറ്റിലേക്ക് വരുമ്പോൾ അപ്പോൾ ഒരു ഹൈജാക്കർ സാർ ഇങ്ങോട്ട് നോക്ക് എന്ന് അങ്കിട്ടിനോട് പറയുന്നുണ്ട്. അങ്കിട്ട് തിരിഞ്ഞു നോക്കുന്നതും അങ്കിട്ടിന് മൂക്കിലേക്ക് വീണ്ടും ടപ്പോ എന്ന് പറഞ്ഞ് കുത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാണ് ഇത്ര നേരം, എന്താണ് അവിടെ ചെയ്തത്, വാശിയാണോ, ഇരിക്കട അവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ സീന് കട്ട് ചെയ്തിട്ട് ആ ഒരു തീവ്രവാദിയെ കാണിക്കുന്നുണ്ട്. ആ ഒരു തീവ്രവാദിയെ കൂട്ടിയിട്ട് വന്ന് അവനെ കൊണ്ടുപോയി ഒരു ലോക്കറിൽ അടച്ചിട്ട് ഈ ഒരു പോലീസ് തിരിയുമ്പോൾ പെട്ടെന്ന് വേറൊരു ഓഫീസർ വന്ന്, ഗവൺമെൻറ് ഇതാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഇനിയും ഒരു 20 മിനിറ്റിനുള്ളിൽ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡായ ഉടനെ ഹൈജാക്കേഴ്സ് ഹെലികോപ്റ്റർ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. അവർ ഈ ഒരു തീവ്രവാദിയെ കൂട്ടിയിട്ട് ഇവിടുന്ന് എസ്കേപ്പ് ആകുമ്പോഴാണ് മിഷനിൽ ഇറങ്ങാൻ പറഞ്ഞിട്ടുള്ളത്, അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ആ പൈലറ്റ് എന്ന് ചോദിക്കുമ്പോൾ അവർ നമ്മുടെ ആളാണ്, അവർ പാരച്യൂട്ട് വെച്ച് ചാടും, അതൊന്നും പ്രശ്നം
പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരൊരു സൈഡിൽ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ മിനിസ്റ്റർ അയച്ചിട്ടുള്ള മാനേജർ ഫ്ലൈറ്റ് ലാൻഡ് ആയ ഉടനെ പാസഞ്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ മിനിസ്റ്റർ അയച്ചതാണ് എന്ന് പറഞ്ഞ് ഇവരും അവരുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ അങ്ങനെ കട്ട് ചെയ്താൽ ഫ്ലൈറ്റ് റൺവേയുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ പൈലറ്റ് ഹൈജാക്കേഴ്സിനോട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് വന്ന് സംസാരിക്കും, ഗവൺമെൻറ് നിങ്ങളോട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ രണ്ട് ഹൈജാക്കേഴ്സ് അതിനടുത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ ആ ഒരു അങ്കിട്ട് എന്താണ് ചെയ്യുന്നതെന്നാൽ പൂച്ചയെ പോലെ പതുങ്ങി ഗുരുന്ന് ബിസിനസ് ക്ലാസ്സിലേക്ക് ഓടുന്നുണ്ട്. ഇത് കണ്ട ഹീറോയിൻക്ക് ഭയങ്കര ഷോക്ക് ആകുന്നുണ്ട്. എന്താണ് സംഭവിക്കുക എന്നറിയാണ്ട് അവരൊരു ഭാഗത്ത് ടെൻഷൻ ആകുന്നുണ്ട്. ഈ ഒരു സൈഡിലാണെങ്കിൽ റോ ഏജൻറ്റ് പറയുന്നുണ്ട്, ഹെലികോപ്റ്റർ റെഡി ആയിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞ ആളെയും റിലീസ് ചെയ്തിട്ടുണ്ട് എന്നത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈജാക്കർ ഒരു ടിസ്റ്റ് കൊടുക്കുന്നുണ്ട്. എന്തെന്നാൽ നിങ്ങൾ ആ ഒരു ഹെലികോപ്റ്റർ എന്തെങ്കിലും ചെയ്താലോ, അതുകൊണ്ട് 2 യാത്രക്കാരെ ഞങ്ങൾ കൂടെ തന്നെ കൂട്ടിയിട്ട് പോകും എന്ന് പറയുന്നുണ്ട്. അവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അങ്കിട്ട് എന്താണ് ചെയ്യുന്നത് എന്നാൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്, ഇതും കൂടെ വിട്ടാൽ ഒന്നും നടക്കൂല. അതുകൊണ്ട് എങ്ങനെയോ ആ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് മാറ്റി വെക്കാൻ അതുപോലെ ഒരു ഫോൺ എടുത്ത് വന്നിട്ടുണ്ടാവും. അതിലാണെങ്കിൽ സിം ഇട്ടിട്ട് പക്കായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആ ഒരു ബോക്സിൽ വെച്ചിട്ട് ഒറിജിനൽ എടുത്ത് ബാഗിലിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവനെ ആ ഒരു ഹൈജാക്കർ കാണുന്നുണ്ട്. എന്താണ് നീ ഇങ്ങനെ, എനിക്ക് എത്ര കിട്ടിയാലും നീ ഒരു ബാഗിൻ്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കുകയാണല്ലോ, എന്താണ് വെച്ചിട്ടുള്ളത് ബാഗിൽ, മാറി എന്ന് പറഞ്ഞ് ഇപ്പോൾ ബാഗിൽ കൈയിട്ട് നോക്കുമ്പോൾ ഡയമണ്ട് ഫോൺ. ഓഹോ, ഇതിനാണോ നീ ഇത്ര കിട്ടിയാലും ഇതിനടുത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞ് ഈ ഒരു ഹൈജാക്കർ ഇത് പറയാൻ നോക്കുമ്പോൾ ആ ഒരു ചാൻസ് അങ്കിട്ട് കൊടുക്കാതെ അവനെ അങ്കിട്ട് അടിക്കാൻ നോക്കുന്നുണ്ട്. അവൻ്റെ കയ്യിലാണെങ്കിൽ ഗണ്ണുണ്ട്, അത് വാക്ക് വെക്കാതെ അടിക്കാൻ നോക്കുന്നുണ്ട്. അതിലാണെങ്കിൽ ഫോൺ താഴേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ ഫോൺ സീറ്റിനടിയിലേക്ക് തള്ളി വിട്ടിട്ട് മാറി മാറി ഉന്തും തള്ളുണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റായിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ആകുമ്പോൾ ഒരു ഗൺ ഷോട്ട് കേൾക്കുന്നുണ്ട്. എന്തെന്ന് നോക്കിയാൽ അങ്കിട്ട് ആ ഒരു ഹൈജാക്കറിൽ ഒരാളെ വീട്ടിൽ വെച്ചിട്ടുണ്ടാവും. ഈ ഒരു സൗണ്ട് കേട്ട് ബാക്കി 2 ആളുകൾ വന്നിട്ട് അങ്കിട്ടിനെ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. മുഖത്താണ് നല്ലോണം കുത്തുന്നുണ്ട്. എന്നിട്ട് റെസ്റ്റ് റൂമിൽ കൊണ്ടുപോയി ഇരുത്തി അടിയടാ ഇവനെ, കെട്ടടാ അവനെ, ഇത് ചെയ്യ് അത് ചെയ്യ് എന്നിങ്ങനെ ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇത്രത്തോളം നടന്നിട്ടുണ്ടല്ലോ, ഫോൺ വീണത്, ഗൺ ഷൂട്ട് ചെയ്തത് എല്ലാം നമ്മുടെ എയർ മാർഷൽ അവർ ലാസ്റ്റ് സീറ്റിൽ ഇരുന്നുകൊണ്ട് കണ്ടിട്ടുണ്ടോ. അവരാണെങ്കിൽ കയ്യിലുള്ള കെട്ടെടുത്തിട്ട് ഇതാണ് ചാൻസ് എന്ന് പറഞ്ഞ് ഗണ്ണെടുത്ത് ടപ്പ് എന്ന് ബാക്കിയുള്ള 2 ഹൈജാക്കേഴ്സിൻ്റെ തലയിൽ വെടിവെക്കുന്നുണ്ട്. അങ്ങനെ ഹൈജാക്കേഴ്സ് ഇവിടെ തീരുന്നുണ്ട്. സോ അത് പൈലറ്റിന് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. തീവ്രവാദികളെ കൊന്നു കളഞ്ഞ് ഹൈജാക്ക് ഒരു മുടിവെക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അങ്കിട്ടിനെ കെട്ടിയിട്ട് ബാത്റൂം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ വെച്ചിട്ടുണ്ട് ഹൈജാക്കേഴ്സ് അടുത്ത ടിസ്റ്റ്. അങ്കിട്ടിനെ മൂലയിൽ ഇരുത്തിയിട്ട് അങ്കിട്ടിനെ മേലെ ബോംബ് കെട്ടി വെച്ചിട്ടുണ്ടോ. അത് ഇവർ ഇൻഫോം ചെയ്യുമ്പോൾ എല്ലാവരും ഭയപ്പെടാൻ തുടങ്ങുന്നുണ്ട്. പുറത്തുള്ള ഓഫീസേഴ്സ് എന്തോന്ന് ഹൈജാക്കേഴ്സിനൊക്കെ കൊന്നോ എന്ന് പറഞ്ഞ് ഷോക്കാകുന്നുണ്ട്. ഇതിലാണെങ്കിൽ ബോംബിൽ നിന്ന് അറിഞ്ഞ് വീണ്ടും ഷോക്കാകുന്നുണ്ട്. ഇതിനിടയിൽ പെട്ടെന്ന് ഹീറോയിൻ എന്താണ് ചെയ്യുന്നത് എന്നാൽ എമർജൻസി ഡോർ ഓപ്പൺ ചെയ്ത് വിടുന്നുണ്ട്. എന്നിട്ട് ഓരോരുത്തരെയും ഇറക്കുന്നുണ്ട്. ഇവിടെ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും അറിയാണ്ട് ഒരുത്തൻ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവന് വേറൊരു പാസഞ്ചർ ടപ്പോന്ന് അടിച്ചു പൊട്ടിച്ചിട്ട് എണീറ്റ് വാന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഫ്ലൈറ്റ് വിട്ട് ദൂരേക്ക് ഓടി രക്ഷപ്പെടുമ്പോൾ ഇതിലാ ഒരു മുട്ട ഉള്ളിൽ ഡ്യൂപ്ലിക്കേറ്റ് ഫോൺ വെച്ചതൊന്നും അറിയാതെ ഫോൺ സേഫ് ആണെന്ന് വിചാരിച്ച് പെട്ടിയും തൂക്കി കൂട്ടം ഓടുന്നുണ്ട്. യാത്രക്കാരെല്ലാവരും രക്ഷപ്പെട്ടതിന് ശേഷം ബോംബ് സ്ക്വാഡ് വന്ന് നോക്കും. മുഖത്തു നിന്നൊക്കെ ചോര ഒലിച്ച് അങ്ങിട്ട് ഭയപ്പെട്ടിരിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട് പേടിക്കണ്ട, ബോംബ് ഡിസ്പോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ടിക്ക് 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 എന്ന സൗണ്ടെല്ലാം കൊടുത്ത് വയർ ഓരോന്നിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ദേണ്ട ഇതൊരു ഫേക്ക് ബോംബാണ്. ഈ ഇതിൽ വെച്ചിട്ടുള്ള മൊബൈൽ ധൂമജാല കടപ്പുറത്ത് മഞ്ഞ ചണ്ടി ഈ ഒരു പാട്ട് പാടുന്ന ഫോണാണ് കെട്ടി വെച്ചിട്ടുള്ളത്. എന്താണ് ഇവിടെ നടക്കുന്നത് നോക്കി. ഇവിടെ കൊടുത്തിട്ട് മക്കളായ പടത്തിൽ ഒരു മികപ്പെരിയ ടിസ്റ്റ്. അതിലൊരു ഫേക്ക് ബോംബ്. അത് മാത്രമല്ലാണ്ട് 3 ഹൈജാക്കേഴ്സിനെ വെടിവെച്ച് കൊന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ഒരാളുടെ ബോഡി പോലും പ്ലേറ്റിൽ കാണാനില്ല. പടം കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ തോന്നും എന്തോ നടക്കുന്നത് എന്ന് തോന്നിപ്പോകും. പക്ഷെ അങ്ങിട്ട് സേഫാണ്. അവനാണെങ്കിൽ വിട്ടാൽ മതിയാണ് സ്വാമി എന്ന് പറഞ്ഞ് സീറ്റിനടിയിലേക്ക് തള്ളിയിട്ട് ഒറിജിനൽ ഫോൺ എടുത്ത് ബാഗിൽ വെച്ച് ഫ്ലൈറ്റ് ഇറങ്ങുന്നുണ്ട്. പാവം അങ്ങിട്ട് പുറത്ത് വരാതെ ബോംബ് പൊട്ടൂല എന്നുപോലും അറിയാതെ അങ്കിട്ടിന് വേണ്ടി പുറത്ത് ഞാൻ കാത്തിരിക്കുന്നുണ്ട്. ഇവൻ ഇറങ്ങി വരുമ്പോൾ അവർ പിടിച്ചു വെച്ച ഫോണിൽ നിന്ന് ഇവൻ്റെ ഫോണും എടുത്ത് വന്നിട്ടുണ്ടാവും. സോ ആ ഒരു മാനേജർ വരെ കോൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് എങ്ങനെയൊക്കെയോ നമുക്ക് ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്, ഞാനിത് കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാനേജർ പറയുന്നുണ്ട് ഇതിനാണല്ലോ കാത്തിരുന്നത്, അവൻ എപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട്. സോ അവനെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഇവിടെ അങ്ങനെ കട്ട് ചെയ്ത് മിനിസ്റ്ററെ കാണിക്കുന്നുണ്ട്. മൊത്ത പ്ലാനും എന്തായി എന്നറിയാൻ കാത്തിരിക്കുമ്പോൾ ഇവർ പത്രസമ്മേളനം വിളിച്ച് പറയുന്നുണ്ട് 3 ഹൈജാക്കേഴ്സിനെയും കൊന്നു കളഞ്ഞിട്ടുണ്ട്, ആർക്കും ഒരു പ്രശ്നവും ഇല്ലാണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് മീഡിയയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ റോ ഏജൻറ്റിനെ കാണിക്കുന്നുണ്ട്. ഒന്നും മനസ്സിലാകുന്നില്ല. അവർക്ക് തലപ്പിരാത് പിടിച്ചിട്ടുണ്ട്. ഫ്ലൈറ്റിനുള്ളിൽ ഫേക്ക് ബോംബ്, ഉള്ളിലുള്ള തീവ്രവാദികളെ കാണാനില്ല. ഉടനെ ഉള്ളിലേക്ക് ഓടി വരുന്നുണ്ട്. ഫ്ലൈറ്റ് മാർഷൽ എവിടെ ഫ്ലൈറ്റ് മാർഷൽ, തീവ്രവാദികളെ വെടിവെച്ച ഫ്ലൈറ്റ് മാർഷൽ എവിടെ, തീവ്രവാദികളെ കൊന്ന ഫ്ലൈറ്റ് മാർഷൽ എവിടെ എന്നിങ്ങനെ അലറുമ്പോൾ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്ലൈറ്റ് മാർഷൽ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ പൈലറ്റ് പറയുന്നുണ്ട് എയർ മാർഷലിൻ്റെ പേര് ഭാനു യാദവ് എന്നാണ് എന്ന് പറയുന്നുണ്ട്. എവിടെ ഭാനു യാദവ് എവിടെ എന്നിങ്ങനെ ഉറക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ കൊടുക്കുന്നുണ്ട് അടുത്തൊരു അൾട്ടിമേറ്റ് ടെസ്റ്റ്. ഇവിടെ കാണിക്കുന്നുണ്ട് ഭാനു യാദവിൻ്റെ എൻട്രി കാണിക്കുന്നുണ്ട്. ആരും നോക്കുമ്പോൾ ഫ്ലൈറ്റിൽ നല്ലോണം കൂർക്കം വലിച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അവരാണ് ഇവിടെയും ഇരുന്ന് ഉറങ്ങുകയാണ്. അവരാണ് ഫ്ലൈറ്റ് മാർഷൽ, എയർ മാർഷൽ. അങ്ങനെ ഒരു സൈഡിൽ ഈ ഒരു ട്വിസ്റ്റ് കണ്ട് ചിരി വരുന്നുണ്ട്. ഇവരെ തട്ടി എണിപ്പിച്ച് നിങ്ങൾ വെടിവെച്ച തീവ്രവാദികൾ എവിടെ, ഹൈജാക്കേഴ്സ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ
ഹൈജാക്കേഴ്സ് അതെപ്പോഴാണ് നടന്നത് എന്ന് ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏജൻറ്റ് വന്ന് എല്ലാ സ്ഥലവും ലോക്ക് ചെയ്യുക, ആരെങ്കിലും പുറത്തേക്ക് പോയോ എന്ന് ചോദിക്കുമ്പോൾ സർ ഒരേ ഒരു ഓഫീസർ മാത്രം പുറത്തേക്ക് പോയി, ഞങ്ങൾ ഇപ്പോഴാണ് അലോ ചെയ്തത്, അത് വേറെ ആരുമില്ല, അത് ഫ്ലൈറ്റ് മാർഷൽ എന്ന് പറഞ്ഞ് ആ ഒരു ഹൈജാക്കേഴ്സിനെ വെടിവെച്ചവൻ. സോ ഒരളവുക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ റോ ഏജൻറ്റ് ഗസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഫ്ലൈറ്റ് മാർഷൽ ആയിട്ട് അഭിനയിച്ചവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ഹൈജാക്കേഴ്സ് ഇപ്പോഴും യാത്രക്കാരായിട്ട് ഇവിടെ കൂട്ടത്തിലുണ്ട്, ഇവിടെ വേറെ എന്തോ നടന്നിട്ടുണ്ട് എന്ന് വിചാരിച്ച് കണ്ടുപിടിക്കുമ്പോൾ ലോക്ക് ചെയ്യടാ എല്ലാവരും എന്ന് പറയുന്നുണ്ട്. എല്ലാവരും ലോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവിടെ അങ്ങനെ കട്ട് ചെയ്ത് മിനിസ്റ്ററുടെ മാനേജർ കാണിക്കുന്നുണ്ട്. അവിടെ എന്ത് പ്രശ്നമാണെങ്കിലും അത് നടക്കട്ടെ, ഇവർക്ക് ഇവരുടെ ഡയമണ്ട് കിട്ടി, മാനേജർ സൂപ്പർഡാ എന്ന് പറയുന്നുണ്ട്. എന്തായാലും അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മളെ കാം ഡൗൺ ആക്കിയിട്ട് ഒരു ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. മക്കളെ നമ്മളെ അങ്കിട്ട് എടുത്ത് വന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, എങ്ങനെ ഉണ്ടാവും ഇപ്പോൾ അങ്കിട്ടിന്? അവന് ഭയപ്പെടാൻ തുടങ്ങുന്നുണ്ട്. അവൻ വെപ്രാളപ്പെട്ട് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഇതാണ് ഒറിജിനൽ, ഞാൻ കറക്റ്റായിട്ടാണ് എടുത്തത്, വന്നത് ഞാൻ മാറ്റി വെച്ച് എടുത്തിട്ട് വന്നതാണ് എന്നിങ്ങനെ ഭയത്തോട് കൂടി പറയുന്നുണ്ട്. പോടാ വെണ്ണെ, ആ ഒരു ഫ്ലൈറ്റിൽ വേറെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്, മര്യാദക്ക് സത്യം പറഞ്ഞോ, എന്നെയും ചതിക്കാൻ നോക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ചതിക്കാനാണ് ഞങ്ങൾ എടുത്തിട്ട് പോകില്ല സാർ, നിങ്ങളുടെ അടുത്തേക്ക് എന്തിനാണ് സാർ വാണ്ടഡായിട്ട് വന്ന് ഞങ്ങൾ പെടണം എന്നൊരു ന്യായമായൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് പോടാ ഇങ്ങനെ സംസാരിച്ച് നിൽക്കാതെ ഒറിജിനൽ ഇവിടെ നിന്ന് തേടി കണ്ടുപിടിക്കട എന്ന് പറയുമ്പോൾ അവന് പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങോട്ട് പാവം അങ്ങനെ സ്ലോ മോഷനിൽ കാണിക്കുന്നുണ്ട്. ഇവൻ്റെ പ്ലാനൊക്കെ തുലഞ്ഞു, ഡയമണ്ട്സും കിട്ടൂല, പാതി ക്യാഷും കിട്ടൂല, പുറത്തിറങ്ങിയാൽ ഉറപ്പായിട്ടും ഗാങ്സ്റ്റേഴ്സ് കൊല്ലും. അങ്ങനെ തലയെല്ലാം ഗെറുന്ന് ചുറ്റിയിട്ട് അടുത്തത് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാണ്ട് അങ്ങനെ റെസ്റ്റ് റൂമിൽ വന്ന് കരയാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നേഹ വന്നിട്ട് എന്തായി ഇപ്പോൾ എല്ലാം ഓക്കെ അല്ലേ, ഇപ്പോൾ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവന് കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഡയമണ്ട് ഇത് ഫേക്കാണ് എന്ന് മനസ്സിലാകുമ്പോൾ ഇവരും ഭയങ്കരമായിട്ട് ഷോക്ക് ആകുന്നുണ്ട്. പക്ഷേ എന്നാൽ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് അവൻ അങ്ങനെ കെട്ടിപ്പിടിച്ച് ഒന്നുമില്ല നമുക്ക് റെഡിയാക്കാം, നമുക്ക് ജീവിതം ഫസ്റ്റ് നിന്ന് തുടങ്ങാം, വേറെ എന്തെങ്കിലും വഴി ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു പ്ലോട്ട് തന്നെ തിരിച്ചിടുന്ന പോലെ ഒരു ഇമോഷണൽ ട്വിസ്റ്റ് അങ്ങ് കൊടുക്കുന്നുണ്ട് മക്കളെ. അവൻ അങ്ങനെ ഹീറോയിൻ്റെ കൗത്ത് പിടിച്ച് കണ്ണാടിയിൽ അടിച്ചിട്ട് എന്തോന്ന് ഫസ്റ്റിൽ നിന്ന് ആരംഭിക്കാനോ ഈ ഒരു ഡയമണ്ട് അടിക്കാനായിട്ടാണ് പല നാളായിട്ട് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്, അതിന് വേണ്ടിയിട്ടാണ് നിന്നെപ്പോലെ ഒരു പെണ്ണിനെ വളർത്തത് എന്നൊരു കാര്യം പറയുമ്പോൾ നേക്ക് എങ്ങനെ ഉണ്ടാവും ഒന്ന് ചിന്തിച്ച് നോക്ക്. കണ്ണെല്ലാം കരങ്ങിയിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് എന്താണോ ഇനി പറയുന്നത് എന്ന പോലെ നിൽക്കുമ്പോൾ അതെ ഈ ഒരു ഡയമണ്ട് അടിക്കണം, അതിന് ഒരു എയർ ഹോസ്റ്റേഴ്സിൻ്റെ ഹെൽപ്പ് വേണം, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നിൻ്റെ മുന്നിൽ ആക്ട് ചെയ്തത്, ഇല്ലെങ്കിൽ നിൻ്റെ മൂഞ്ചി പോലും ഞാൻ നോക്കൂല, വീണ്ടും ആക്ട് ചെയ്യാൻ വീണ്ടും ഒന്ന് മുതൽ ആക്ട് ചെയ്യാൻ പറയണോ? ഇവൻ്റെ പ്ലാനൊക്കെ പൊളിഞ്ഞ ദേഷ്യത്തിൽ ഇവൻ പിടിച്ച് ചൂടായിട്ട് ചിപ്പോ എന്ന് പറഞ്ഞൊരു വേസ്റ്റ് വലിച്ചെറിയുന്ന ലാഘവത്തിൽ ഹീറോയിനെ വലിച്ചെറിഞ്ഞിട്ട് ഈ ഒരു സ്ഥലം വിട്ട് അവൻ പോകുമ്പോൾ ഈ ഒരു സ്ഥലത്ത് കാണുന്ന നമുക്ക് തോന്നും എന്ത് വേദന ഉണ്ടാവും ആ ഒരു പെണ്ണിന് എന്ന്. നമ്മൾ ആ ഒരു പെണ്ണിൻ്റെ ഭാഗത്തുനിന്ന് സങ്കടപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഒരു സെക്കൻഡ് പോലും തരാണ്ട് ഇവിടെ കൊടുക്കുന്നൊരു മക്കളെ അടുത്തൊരു വമ്പൻ ടിസ്റ്റ്, കരഞ്ഞുകൊണ്ടിരിക്കുന്ന നേഹയുടെ മുഖം അങ്ങനെ വില്ലത്തരായിട്ട് മാറുന്നുണ്ട്. ഈ ഒരു സീനിൽ എന്താണ് ടിസ്റ്റ് എന്ന് മനസ്സിലാകുന്നതിന് മുന്നേ എന്തോ ഒന്ന് ചെയ്ത് വിട്ടിട്ടുണ്ട് എന്നൊരു ഫീലിൽ ഭയങ്കരമായിട്ടുള്ള BGMൽ ഈ ഒരു സീൻ കാണിക്കുമ്പോൾ ഇപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ നേഹ കുഞ്ഞ് മരിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടാവില്ലേ, അപ്പോൾ ആ ഒരു ഡോക്ടറിനോട് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയം നേഹക്ക് അവൾക്ക് സ്വന്തം എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു കസിനായിട്ടുള്ള സഹാൻഷു അവരുടെ അടുത്തുനിന്ന് ഒരു മെസ്സേജ് എന്തായി ഓക്കെ ആണോ, ലാസ്റ്റ് സംസാരിച്ചിരുന്നപ്പോൾ എന്തൊക്കെയോ സൗണ്ട് കേട്ടല്ലോ എന്നൊരു കോൾ റെക്കോർഡ് ഇപ്പോൾ അയച്ചിട്ടുണ്ട്. അത് എന്തെന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ആക്ച്വലി ആ ഒരു പാർക്കിങ്ങിൽ ഫൈറ്റ് വരുന്നതിന് മുന്നേ ഹീറോയിന് തൻ്റെ കസിൻ്റെ കൂടെ സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഹീറോയിൻ്റെ വയറ്റിൽ ചവിട്ടുമ്പോൾ ആ ഒരു ഫോൺ കട്ടാവാണ്ട് കാറിൻ്റെ അടിയിലേക്ക് വീണിട്ടുണ്ടാവും. അവർ നടന്ന എല്ലാം ആ ഒരു കോളിൽ റെക്കോർഡായിട്ടുണ്ടാവും. ഇപ്പോൾ സത്യത്തിൽ അവിടെ എന്താണ് നടന്നതെന്ന് നോക്കിയാൽ ആ ഒരു റൗഡികൾ വന്ന് അങ്കിട്ടിനെ അടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് അങ്കിട്ട് പറയുന്നത് ഏണ്ട മുഖത്തടിക്കുന്നത്, അവളെ എന്തിനാണ് അടിക്കുന്നത്, ആ ഒരു റൗഡികളോട് അങ്കിട്ട് ചൂടാവുന്ന പോലെ ചൂടാവുന്നുണ്ട്. ഇത് കേട്ട നേഹ തല എല്ലാം ചുറ്റുന്നുണ്ട്. എന്നാലും ഇത് വിശ്വസിക്കാൻ കഴിയാതെ പുറത്ത് വന്ന് നോക്കുമ്പോൾ ആ ഒരു അങ്കിട്ട് ഡോക്ടറിനോട് സംസാരിക്കാനാണെന്ന് പറഞ്ഞ് എങ്ങോട്ടോ പോകുമ്പോൾ ഹീറോയിനും പോയി നോക്കുമ്പോൾ ഈ ഒരു നായി എങ്ങോട്ടാണ് പോകുന്നത് എന്നാൽ ഇത്ര നാൾ ഇവനെ രണ്ടാളുകൾ അടിക്കുകയും ഉരുട്ടുകയും ചെയ്തിട്ടുണ്ടല്ലോ, അത് വേറെ ആരുമില്ല, അത് ഇവൻ്റെ ആളുകൾ തന്നെയാണ്. പോയിട്ട് ഇവന് ഭയങ്കരമായിട്ട് അവരോട് ചൂടാവുന്നുണ്ട്. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മുഖത്തടിക്കരുതെന്ന്, അവളെ എന്തിനാണ് അടിച്ചത് എന്ന് പറഞ്ഞ് ചൂടാവുമ്പോൾ ആ ഒരു റൗഡികൾ പറയുന്നുണ്ട് ബോസ് നിങ്ങളുടെ പ്ലാൻ വർക്കൗട്ടായില്ലേ, കുഞ്ഞു മരിച്ചു പോയില്ലേ, ഒരേ കല്ലിൽ 2 മാങ്ങ വീണില്ലേ എന്ന് പറയുമ്പോൾ അങ്കിട്ടും ചിരിച്ചിട്ട് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം ഹീറോയിന് കരഞ്ഞോണ്ട് നോക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ നേരെ അടുത്തുള്ള ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഒരു വലിയൊരു വേദന നമ്മുടെ ഹീറോയിൻക്ക് കാത്തിരിക്കുന്നുണ്ട്. എന്തെന്ന് നോക്കിയാൽ അവിടെ ഓൾറെഡി ഇവൻക്കൊരു സെറ്റപ്പ് ഉണ്ട്. അവിടെയുള്ള കണ്ണാടി വഴി ഇവർ രണ്ടുപേരും ചെയ്യുന്ന കുൽസിതം നമ്മുടെ ഹീറോയിൻ നോക്കി കാണുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഒരു മുട്ടനാട് വലയിൽ വീണിട്ടുണ്ട്, ചിന്തിച്ച് നോക്ക് എത്രത്തോളം ഹീറോയിന് വേദനിച്ചിട്ടുണ്ടാവും. ഇതുപോലെ ലവ് ചെയ്ത് പറ്റിക്കുന്ന ആളുകൾ ഈ ഒരു ലോകത്ത് ഒരുപാടുണ്ട്. എന്നാൽ നേഹ വേദനിച്ച വേദന വിശ്വസിപ്പിച്ച് ചതിച്ചത് തനിക്കും ഒരു കുടുംബം, അതല്ലാണ്ട് വയറ്റിൽ വളരുന്ന കുഞ്ഞ് എന്ത് ചെയ്ത് ഇങ്ങനെ തുടക്കം മുതൽ അവൻ എന്തെല്ലാം ചെയ്തു ഇതെല്ലാം ഹോസ്പിറ്റലിൽ ഇരുന്ന് നേഹ ഓർത്ത് കരയുന്നുണ്ട്. ഈ ഒരു സ്ഥലത്ത് കട്ട് ചെയ്ത് അടുത്ത ടിസ്റ്റ് കൊടുക്കുന്നുണ്ട്. തനിക്ക് ഫാമിലി എന്ന് പറയാൻ ഒരേ ഒരു കസിനുള്ളൂ എന്ന് ഹീറോയിന് പറഞ്ഞിട്ടുണ്ടാവും. അത് വേറെ ആരുമില്ല, ഈ ഒരു ഫ്ലൈറ്റിലേക്ക് എയർ മാർഷലായിട്ട് വന്ന ഒരാളുണ്ടല്ലോ അവനാണ് ഹീറോയിൻ്റെ കസിൻ. അവനെ ഫോൺ വിളിക്കുന്നുണ്ട്. അവൻ ഫോൺ എടുത്ത ഉടനെ എന്താണ് സിസ്റ്റർ തൊഴിൽ വിട്ട് മതിയാക്കി പോയിട്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് കോൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ഞാൻ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറ, ഇപ്പോഴും ആക്റ്റീവാണോ അതോ തൊഴിൽ വിട്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് രണ്ടുപേരും തൊഴിൽ എന്ന് പറയുന്നത് എന്ന് നമ്മൾ
നോക്കുമ്പോഴാണ് കൊടുക്കുന്നുണ്ട് മക്കളെ ഒരു ടിസ്റ്റ്. ഇവരെ ഫാമിലി തന്നെ ഒരു തില്ലാലങ്കടി ഫാമിലിയാണ്, ഒരു കളവാണി കൂട്ടം ഫാമിലിയാണ്. ഭയങ്കര മാസമായിട്ടുള്ള അണ്ടർവേൾഡ് തൊഴിൽ ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഇവർ അവരെ കസിനെ മീറ്റ് ചെയ്ത് ഡയമണ്ട് അടിക്കുന്ന പ്ലാനിനെ പറ്റി പറയുന്നുണ്ട്. അതും ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ അപ്പോൾ കസിൻ പറയുന്നുണ്ട്, സാധാരണ കളവിനെ പിടിച്ചാൽ 3 വർഷമാണ് ശിക്ഷ, എന്നാൽ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്താൽ ഡയറക്റ്റ് തൂക്കുകയറാണ്, എന്തിന് റിസ്ക് എടുക്കണം, വേറെ എവിടുന്ന് വേണമെങ്കിലും ഡയമണ്ട് അടിക്കാലോ എന്ന് പറയുമ്പോൾ അപ്പോൾ ഒന്ന് പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ, ഡയമണ്ട് അടിക്കുന്നത് മാത്രമല്ല പ്ലാൻ, ഒരുത്തനെ വെച്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ അതിന് മാത്രം അവൻ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ എന്നെ ജീവനോടെ കത്തിച്ച് കൊന്നു കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. അടുത്ത നിമിഷം എന്താണ് കാണിക്കുന്നതെന്നാൽ ഒട്ടുമൊത്ത കാര്യങ്ങളും പ്രൊഫസർ റേഞ്ചിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഹീറോയിൻ. ഇതിലും ഒരു ട്വിസ്റ്റ് കിടക്കുന്നുണ്ട്. ഹൈജാക്ക് ചെയ്തത് 3 പേരാണെന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്, എന്നാൽ ടോട്ടലായിട്ട് ഇവരുടെ ആളുകൾ 5 ആളുകൾ ആ ഒരു പ്ലെയിനിൽ ഉണ്ടായിട്ടുണ്ട്. ചുടുവെള്ളം ചോദിച്ച ആ ഒരു വയസ്സൻ പാപ്പ, പിന്നെ ആ ഒരു അടി വാങ്ങിയ ഗുണ്ടുപ്പയ്യൻ. സോ ഇങ്ങനെ ഒരു മാസ്റ്റർ പ്ലാനിൽ ഹീറോയിന് ഉള്ളിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് പാസഞ്ചേഴ്സിനെ അറസ്റ്റ് ചെയ്ത് വെച്ച ആ ഒരു എയർപോർട്ടാണ് കാണിക്കുന്നത്. ഡയമണ്ട് എങ്ങനെ ഇവർ അടിച്ചു മാറ്റി എന്നത് വിഷയമല്ല, എന്നാൽ ഇവിടുന്ന് ഇവരെങ്ങനെ രക്ഷപ്പെടും, അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ടാസ്ക്. എന്നാൽ അതിനും ആക്ച്വലി ഒരു പ്ലാൻ വെച്ചിട്ടുണ്ടാവും. ആ ഒരു റോ ഏജന്റ് ആണ് വിടുന്ന പോലെ ഇല്ല, ഓരോരുത്തരെ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യം ആ ഒരു വയസ്സൻ പാപ്പനെയാണ് ചോദ്യം ചെയ്യുന്നത്. ആദ്യം എന്താണ് ചോദിക്കുന്നത് എന്നാൽ, നിങ്ങൾ ചുടുവെള്ളം വാങ്ങി എന്തിനാണ് റെസ്റ്റ് റൂമിൽ പോയതെന്ന് ചോദിക്കുമ്പോൾ അവരൊരു ഇന്നസെൻറ്റ് ഫേസിൽ പറയുന്നുണ്ട്, എനിക്ക് പൈൽസ് ഉണ്ട്, അങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ചുടുവെള്ളം വാങ്ങിയത് എന്ന് പറയുന്നുണ്ട്. ഇവരും വിശ്വസിക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത ആളെ വിചാരണ ചെയ്യുമ്പോൾ പല രഹസ്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിൽ ശരിക്കുള്ള എയർ മാർഷൽ അവർ നേഹയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവരോട് ഞാൻ ജ്യൂസ് ചോദിച്ചു, അത് കുടിച്ചതിന് ശേഷമാണ് ഞാൻ മയങ്ങിയത്, എന്നാൽ വേറൊരു എയർ ഹോസ്റ്റേഴ്സാണ് കൊടുത്തത് എന്നാൽ അവർ പറയുന്നുണ്ട്, നേഹബേണം ആണ് എന്നോട് കൊടുക്കാൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഹീറോയിനെ ഒരു പക്കം കൈ കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഹൈജാക്കേഴ്സ് ആരാണ് എന്നതാണ് ചോദ്യം. ഇതിനിടയിൽ ചോദ്യം ചെയ്യലിൽ വേറൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ അങ്കിട്ടിനെ പറ്റിയാണ് എല്ലാവരും പറയുന്നത്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയത് മുതൽ അവൻ പൊട്ടനെ പോലെ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നു സർ. ടേക്ക് ഓഫ് ആകുമ്പോൾ ഫോൺ ചെയ്യുക, അതിനുശേഷം ഹൈജാക്കേഴ്സിൻ്റെ അടുത്തുനിന്ന് അടി വാങ്ങുന്നത്, അടി വാങ്ങിയിട്ടും ബിസിനസ് ക്ലാസിൻ്റെ അടുത്ത് ചുറ്റിക്കൊണ്ടിരുന്നത്, ഇത് എല്ലാവരും പറയുമ്പോൾ അങ്കിട്ടിനെ തൂക്കുന്നുണ്ട്. ഈ ഒരു സീനാണ് നമ്മൾ പടത്തിൻ്റെ ഫസ്റ്റ് സീൻ കണ്ടത്. എന്തിനാണ് നിന്നെ മാത്രം അടിച്ചത്, നീ ബിസിനസ് ക്ലാസ്സിൽ പോയിട്ട് എന്താണ് തേടിക്കൊണ്ടിരുന്നത്, മര്യാദക്ക് സത്യം പറഞ്ഞു, നിനക്കും ഹൈജാക്കേഴ്സിനും എന്ത് ബന്ധമാണ്, നിന്നെയാണ് അവർ അടിച്ചിട്ടുള്ളത്, നിൻ്റെ മേലെയാണ് ബോംബും കിട്ടിയത്, മര്യാദക്ക് സത്യം പറഞ്ഞു എന്ന് പറഞ്ഞ് വിരട്ടുമ്പോൾ ഇവൻ പേടിച്ച് സംസാരിക്കാൻ കഴിയാതെ പേടിച്ച് പമ്മി ഇവിടെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഇൻവെസ്റ്റിഗേഷന് ഹൈജാക്കേഴ്സും വരേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഹൈജാക്കർ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏജൻറ്റ് ചുമ്മാ വിടുന്ന പോലില്ല, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഭയങ്കരമായിട്ടുള്ളതാണ്. അതിൽ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നുണ്ട്, ഹൈജാക്ക് നടക്കുന്ന സമയം നീ എവിടെയാണ് ഇരുന്നത്, ആരുടെ അടുത്താണ് ഇരുന്നത് എന്ന് പറ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഇവനാണല്ലോ ഹൈജാക്ക് ചെയ്തത്, ഉറപ്പായിട്ടും ഇരിക്കാൻ സാധ്യതയില്ല. എന്നാൽ അത് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് ഈ ഒരു ഏജൻറ്റ് ചോദ്യം ചോദിക്കുമ്പോൾ കുടുങ്ങിയുടെ മോനെ എന്നൊരു തോന്നൽ നമുക്ക് വരുമ്പോൾ പെട്ടെന്ന് ഇവൻ എന്താണ് ചെയ്യുന്നത് എന്നാൽ, സർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്ന് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യുമ്പോൾ ഞാൻ സീറ്റിലിരുന്ന് എൻ്റെ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട്. ആ ഒരു ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യുമ്പോൾ എടുത്ത വീഡിയോ ആണിത്. ഇത് കണ്ട ഉടനെ ഏജൻറ്റ് കുറച്ച് ഓഫ് ആകുന്നുണ്ട്. ഇവനാണല്ലോ ഹൈജാക്ക് ചെയ്തത്, ഇവൻ എങ്ങനെ വീഡിയോ എടുത്തത് എന്നൊരു ചോദ്യം നമുക്ക് വരും. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം വൈകാതെ വരും. ഇപ്പോൾ രണ്ടാമത്തെ ഹൈജാക്കറെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അവനും വന്ന് ഈസി ആയിട്ട് എസ്കേപ്പ് ആകുന്നുണ്ട്. അത്രത്തോളം ബുദ്ധിപരമായിട്ട് ഹീറോയിന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ കട്ട് ചെയ്ത് മിനിസ്റ്റർ കാണിക്കുന്നുണ്ട്. ഡയമണ്ട് ഫേക്കാണെന്ന വിഷയം അപ്പോഴേക്കും ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. സത്യത്തിൽ മാനേജർ ഡയമണ്ട് അടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ അത് ഫേക്കാണെന്ന് മനസ്സിലായിട്ട് വേറെ വഴിയില്ലാണ്ട് മിനിസ്റ്റർക്ക് ഫോൺ ചെയ്ത് പറയുമ്പോൾ എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞ് ടെൻഷൻ ആകുമ്പോൾ പോലീസ് സൈഡിൽ നിന്ന് കോൾ വരുന്നുണ്ട്. അവർ കോൾ ചെയ്ത് വീണ്ടും പ്രസ് മീറ്റ് വെക്കണം സർ, ഇതുവരെ നടന്ന ഹൈജാക്ക് ഫേക്ക് ആയിട്ടുള്ള ഹൈജാക്ക് ആണ് എന്ന് പറയുമ്പോൾ എന്താണ് കളിയാക്കണം, ഞാൻ എന്താണ് സിനിമ പ്രസ് മീറ്റാണ് വെച്ചിട്ടുള്ളത്, തോന്നുമ്പോൾ വിളിച്ച് പ്രസ് മീറ്റ് വെക്കാൻ ലോകത്തിലെ എല്ലാ മീഡിയാസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് കേട്ട് കഴിഞ്ഞാൽ അവർ കളിയാക്കി ചിരിക്കും. ഇപ്പോൾ ഞാൻ ഇത് പോയി പറഞ്ഞാൽ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. എന്നിട്ട് മാനേജർക്ക് കോൾ ചെയ്ത് നടന്ന എല്ലാം ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്. നമ്മൾ ഡയമണ്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള ഹൈജാക്ക് കണ്ടക്റ്റായി ചെയ്തിട്ടുള്ളത്, നീ ഒന്ന് ചെയ്യും, ആദ്യം അവിടുന്ന് തിരിച്ചു വായെന്ന് പറയുന്നുണ്ട്. ഇവൻ തന്നെയാണ് ഡയമണ്ട് അടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് മിനിസ്റ്റർക്ക് അറിയില്ലല്ലോ. ഇതിൽ ഹൈജാക്ക് നടന്നതുപോലും പുറത്തിറങ്ങാൻ പ്രശ്നമില്ല, എന്നാൽ ഉള്ളിൽ ഇങ്ങനൊരു ഇല്ലീഗൽ മാറ്റർ നടന്നിട്ടുണ്ട്, അതിൽ മിനിസ്റ്ററുടെ പേര് ഉൾപ്പെട്ടാൽ എന്താവും, അതോർത്ത് മിനിസ്റ്റർ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ കട്ട് ചെയ്താൽ മൂന്നാമത് ഹൈജാക്കറെ വിചാരണ ചെയ്യുന്നുണ്ട്. മറ്റേ 2 പേരും ഒരാൾക്ക് എങ്ങനെയോ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവനെ കൊണ്ട് എന്ത് പറഞ്ഞ് രക്ഷപ്പെടണം എന്നറിയില്ല. കാരണം ഏജൻറ്റ് കുത്തി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇവ മാറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി അതിനും ഹീറോയിന് ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽപ്പെട്ടാൽ ഒന്നും നോക്കാതെ എന്നെ കാണിച്ചു കൊടുത്തു, ഇവർ കണ്ടിട്ടുണ്ട് എന്ന് അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഹീറോയിന് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ ഇവന് പറയുമ്പോൾ അതുകൊണ്ട് അവൻ്റെ മേലുള്ള സംശയം പോകുന്നുണ്ട്. നമ്മുടെ ഏജൻറ്റ് ഹീറോയിൻ്റെ മേലെ ചെറിയ സംശയം വരുന്നുണ്ട്. ഹീറോയിന് കൊടുക്കാൻ പറഞ്ഞ് ജ്യൂസ് കൊടുത്തിട്ടാണ് മാർഷൽ മയങ്ങിപ്പോയിട്ടുള്ളത്. ഇടയ്ക്കിടെ അങ്കിട്ടിനോട് രഹസ്യമായി സംസാരിച്ചിട്ടുണ്ട്. സോ ഇവൾ എന്തോ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവളെ പിടിച്ച് ആദ്യം തൂക്കിയിട്ട് വാങ്ങി ഇപ്പോൾ ഓർഡർ കൊടുക്കുമ്പോൾ പുറത്ത് നേഹ എന്ന് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെയും ഹീറോയിനെ കാണുന്നില്ല. പിടിക്കപ്പെട്ട ഹീറോയിൻ എവിടെ പോയി ഹീറോയിൻ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്ലാനിൻ്റെ അടുത്ത ഘട്ടം ചെയ്യുന്നുണ്ട്. റെസ്റ്റ് റൂമിൽ പോയിട്ട് അന്നോൺ നമ്പറിൽ നിന്ന് മിനിസ്റ്റർക്ക് കോൾ ചെയ്തിട്ട് നിങ്ങൾ ഫ്ലൈറ്റിൽ എന്ത് ട്രാൻസാക്ഷനാണ് ചെയ്തത് എന്ന് എനിക്കറിയാം, അത് ഇനിയും കുറച്ച് സമയത്തിനുള്ളിൽ മീഡിയക്ക് മനസ്സിലാവും എന്നൊരു വിരട്ടുമ്പോൾ എന്താണ് വിരട്ടാണോ, എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, നിങ്ങൾ ആരാണെന്ന് കണ്ടുപിടിച്ചാൽ എന്നെ വെച്ചേക്കില്ല എന്ന് മിനിസ്റ്റർ തിരിച്ച് വിരട്ടുമ്പോൾ സർ നിങ്ങൾ അത്രത്തോളം കഷ്ടപ്പെടുന്നു വേണ്ട, നിങ്ങളുടെ ഫോൺ എടുത്തൊന്ന് നോക്കി എന്ന് പറഞ്ഞ് എന്തോ ഒന്ന് മിനിസ്റ്റർക്ക് സെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ ഭയങ്കര മാസമായിട്ട് ഹീറോയിന് പുറത്തേക്ക് വരുന്നുണ്ട്. പുറത്തേക്ക് വന്നിട്ട് സർ അത് ഞാനാണ്, എന്നെ ചോദ്യം ചെയ്യണോ, അതെ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ധൈര്യത്തോടെ ഇൻവെസ്റ്റിഗേഷനിൽ വന്ന് ഇരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും നോക്കി കാണുന്നുണ്ട്. ഇവനാണെങ്കിൽ ഇവളെന്താ ഇങ്ങനെ, ഇവളെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറിയിട്ടുണ്ടല്ലോ, നമ്മൾ ഇതുവരെ കണ്ട പോലെ അല്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങോട്ടും ഒരുമാതിരിയായിട്ട് മെർസലായിട്ട് നോക്കുന്നുണ്ട്. കഥ അറിയാത്ത
കുരങ്ങനെ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സീറ്റിലിരുത്തി ഏജൻറ്റ് ചോദ്യത്തിന് മേലെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ചോദ്യങ്ങൾക്കും ഹീറോയിൻ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. അത് കേട്ട് ഏജൻറ്റിന് ദേഷ്യം വരുന്നുണ്ട്. ഇങ്ങോട്ട് നോക്ക്, നീയാണ് എന്ന് എനിക്കറിയാം, നീ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഹൈജാക്കേഴ്സിൻ്റെ കൂടെ ചേർന്നിട്ട്. നിൻ്റെ മേലെ എനിക്ക് സംശയം ഉള്ളത്, മര്യാദക്ക് സത്യം പറഞ്ഞു, എന്താണ് പ്ലാൻ ചെയ്തത്, ഫ്ലൈറ്റിൽ എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞ് കുത്തി ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ അഭിനയിച്ച് തള്ളുന്നുണ്ട്. എന്താണ് സാർ പറയുന്നത്, എന്നെ എന്തിനാണ് പറയുന്നത്, എനിക്കൊന്നും അറിയില്ല സാർ, അയ്യോ ദൈവമേ എന്നൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവളാണ് എന്തോ ചെയ്തിട്ടുള്ളത് എന്ന് കൺഫേം ആകുന്നുണ്ട്. ഇവളെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ലാസ്റ്റ് സ്റ്റേജിലെത്തുമ്പോൾ അപ്പോൾ ആ ഒരു സമയം മിനിസ്റ്ററുടെ അടുത്ത് നിന്ന് ഒരു കോൾ വരുന്നുണ്ട്. എന്നാൽ മിനിസ്റ്റർ ചൂടാവുന്നുണ്ട്. അയ്യോ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, എന്തിനാണ് പാസഞ്ചേഴ്സിനെ ലോക്ക് ചെയ്ത് ടോർച്ചർ ചെയ്യുന്നത്, പാസ്പോർട്ടൊക്കെ എന്തിനാണ് വാങ്ങി വെച്ചത്, എന്ത് ഇൻവെസ്റ്റിഗേഷനാണ് ചെയ്യുന്നത്, ഹൈജാക്കേഴ്സിനെ പറ്റിയാണോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റോബറിയെ പറ്റിയാണോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് മിനിസ്റ്റർ ചൂടാവുമ്പോൾ ഈ ഒരു ഏജൻറ്റിൻ്റെ മുഖത്ത് ചെറിയൊരു ചിരി വരുന്നുണ്ട്. ആ ഒരു സമയം തിരിഞ്ഞ് നമ്മുടെ ഹീറോയിനെ നോക്കുന്ന ഒരു മാസ്സായിട്ടുള്ളൊരു സീനുണ്ട്. ആരടാ ഇവൾ മിനിസ്റ്ററിനെ കോൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ, പക്ഷേ എന്നാലും എന്താണ് സാർ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ, യോ നടന്ന ഹൈജാക്കിന് ഒരു പറ്റിപ്പാണ്, എവനോ ഒരുത്തൻ എന്തോ ചെയ്ത് എസ്കേപ്പ് ആയിട്ടുണ്ട്, നീ പറ്റിക്കപ്പെട്ടിട്ട് മറ്റുള്ളവരെ പിടിച്ച് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കണം, യോ എന്നെ കേൾവി കേട്ടുകൊണ്ടിരിക്കണം, എന്നോട് പ്രസ് മീറ്റ് കൊടുക്കാൻ പറയണം, അവിടെയുള്ള എല്ലാവരെയും വിട്, അവരുടെ പാസ്പോർട്ട് കൊടുത്ത് പറഞ്ഞിരിക്കും, എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ അതിനുശേഷം നോക്കിക്കോ എന്ന് പറയുമ്പോൾ ഇവരുടെ മുഖത്ത് ചെറിയൊരു ചിരിയോടെ, ശരി ഇപ്പോൾ പ്രസിനോട് എന്താണ് പറയേണ്ടത് സാർ എന്ന് ചോദിക്കുമ്പോൾ, 3 ഹൈജാക്കേഴ്സിനെ വെടിവെച്ചത് ആ ഒരു ഫ്ലൈറ്റ് മാർഷൽ ഭാനു യാദവാണ്, അവരാണ് നാഷണൽ ഹീറോ എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യും, ഈ ഒരു കേസ് ക്ലോസ് ചെയ്യും എന്നിവർ ഓർഡർ കൊടുക്കുന്നുണ്ട്. വെറുതെ ഉറങ്ങിയവന് വീരൻ ബഹുമതിയോ എന്ന പോലെ നോക്കി ശരി സർ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. മാഡം നിങ്ങൾക്ക് പോകാം, നിങ്ങളുടെ പ്ലാൻ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്ന് ഉള്ളിൽ കുത്തി പറയുമ്പോൾ അപ്പോൾ പോലെ നമ്മുടെ ഹീറോയിൻ അഭിനയിക്കുന്നുണ്ട്. എന്താണ് സർ എന്ത് പ്ലാനാണ് എന്ന പോലെ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല നിങ്ങൾ പോയിക്കോ, ഒന്നുമില്ല നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് അവരെ നമ്മുടെ ഹീറോയിനെ പറഞ്ഞയക്കുമ്പോൾ ആ ഒരു റൂമിൽ നിന്ന് ഭയങ്കര BGM വരുന്നുണ്ട്. മക്കളെ ആ ഒരു സ്ഥലത്ത് ഗതി കലങ്ങി പോയിട്ട് ഈ ഒരു അങ്കിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു സ്ഥലത്ത് അവനക്ക് സംശയം വരുന്നുണ്ട്. അവൻ ചോദിക്കുന്നുണ്ട്, മര്യാദക്ക് സത്യം പറഞ്ഞു, ഡയമണ്ട് എവിടെ, നീ അല്ലേ എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ അവൻ്റെ അടുത്തും ഒരു അഭിനയം, എന്താണ് നീ പറയുന്നത്, നീ എൻ്റെ ബാത്റൂമിൽ അടിച്ചതൊന്നും എനിക്ക് എന്നോട് ദേഷ്യമില്ല, ഒരു പ്രശ്നമില്ല, വീണ്ടും നമുക്ക് ഒന്നിയും തുടങ്ങാം എന്ന് പറയുമ്പോൾ, യോ അഭിനയിക്കൽ പറ, നീ തന്നെയല്ലേ ഡയമണ്ട് എടുത്തത്, എനിക്കറിയാം, എന്നാൽ എങ്ങനെ എടുത്തു എന്ന് പറഞ്ഞ് അവൻ ചോദിക്കുമ്പോൾ അപ്പോൾ മിനിസ്റ്ററുടെ ബോഡി ഗാർഡ് വാടാ എന്ന് പറഞ്ഞ് മിനിസ്റ്റർ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ, അയ്യോ അവർ വിടും, അവരൊന്നും ചെയ്യല്ലേ, അവർ അടിക്കല്ലേ എന്ന് പറഞ്ഞ് അവിടെയും ഒരു അഭിനയം അങ്ങ് കാച്ചിയിട്ട് നമ്മുടെ ഹീറോയിന് പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഏജൻറ്റ് ചിരിച്ചുകൊണ്ട് നോക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രശ്നമില്ലാണ്ട് ഈ ഒരു എയർപോർട്ട് വിട്ട് ഫ്രീ ആയിട്ട് നമ്മുടെ ഹീറോയിന് പുറത്തേക്ക് സ്ലോ മോഷൻ നടന്നു പോകുമ്പോൾ ഇപ്പോൾ ശരിക്കും ഹീറോയിൻ ചെയ്ത പ്ലാൻ കാണിക്കുന്നുണ്ട്. 5 പേരിൽ 3 ഹൈജാക്കേഴ്സ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയ ഉടനെ അവർ ആ ഒരു ഹൈജാക്കേഴ്സിൻ്റെ ഡ്രസ്സ് ഇടണം. ഫ്ലൈറ്റിന് ഉള്ളിലേക്ക് ഗണ്ണെടുത്ത് പോകുന്നത് ഇമ്പോസിബിൾ ആണ്, പക്ഷേ എങ്ങനെയും ഗണ്ണ് ഉള്ളിലേക്ക് കൊണ്ടുവരണം. അതിനാൽ കബീറനെ ആ ഒരു വയസ്സും പാപ്പ അവരാണ് എന്തെന്ന് നോക്കിയാൽ അവർ ചൂടുവെള്ളം ചോദിച്ചിരുന്നില്ല. എന്തിനാണ് ചൂടുവെള്ളം എന്നറിയോ, ഒരു ചില കെമിക്കൽസ് കൊണ്ടുപോയിട്ട് അത് വെച്ച് ബാത്റൂമിൽ നിന്ന് ഒരു ഫേക്ക് ആയിട്ടുള്ള ഗണ്ണ് റെഡിയാക്കിയിട്ടുണ്ട്. പ്ലാൻ ചെയ്ത പോലെ ഹൈജാക്കേഴ്സിൻ്റെ കയ്യിൽ ഗണ്ണ് വന്ന ഉടനെ ഇതിനിടയിൽ ഹീറോയിൻ എന്താണ് ചെയ്തത് എന്നാൽ മയക്കം വരുന്ന വെള്ളം കൊടുത്ത് ശരിക്കുള്ള എയർ മാർഷലിനെ മയക്കിയിട്ടുണ്ടാവും. അടുത്ത 4-5 മണിക്കൂറിൽ അവർ എണീക്കാനേ പോണില്ല. സോ അവരുടെ അടുത്ത് ഇരിക്കുന്ന നമ്മുടെ ഹീറോയുടെ കസിൻ അവനാണല്ലോ ഫേക്ക് ആയിട്ടുള്ള എയർ മാർഷൽ. സോ അവൻ്റെ പണി എന്തെന്നാൽ ഇതെല്ലാം നടക്കുമ്പോൾ ശരിക്കുള്ള എയർ മാർഷലിൻ്റെ അടുത്ത് ഗണ്ണുണ്ടാവും. ശരിക്കുള്ള ഗണ്ണെടുത്ത് ആ ഒരു ഗണ്ണെടുത്ത് അതിൽ ബുള്ളറ്റ് എല്ലാം എടുത്തിട്ട് ഫേക്ക് ആയിട്ടുള്ള ബുള്ളറ്റ് ഇടണം. സോ വെടിവെക്കുമ്പോൾ ശബ്ദം മാത്രമേ പുറത്തേക്ക് വരും, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. ആ ഒരു ഗണ്ണ് ഹൈജാക്കേഴ്സ് തട്ടിയെടുക്കുന്ന പോലെ എടുത്തിട്ട് അവരെ പിന്നിൽ കെട്ടിയിടണം. ഇതിൽ വേറൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയം, വേറൊരു യാത്രക്കാരനും ഇവർ ഹൈജാക്കേഴ്സിനെ പിടിക്കാം അടിക്കാം എന്ന ഒരു ചിന്ത പോലും വരാൻ പാടില്ല. അതിന് ഭയപ്പെടുത്തുന്ന പോലെ ഒരുത്തനെ അടിച്ച് സൂപ്പാക്കണം. അതിനാണ് ഇവർ കൂട്ടിയിട്ട് പോയ ഗുണ്ടുപയ്യൻ. അവനെ അടിക്കണ അടിയിൽ ഒരുത്തനും തൊള്ള തുറക്കരുത്, അറ്റാക്ക് ചെയ്യാനുള്ള ചിന്ത പോലും വരരുത്. എല്ലാവരുടെ അടുത്തുനിന്നും ഫോണും വാങ്ങണം. ആ ഒരു വയസ്സം പാപ്പ അവരുടെ അടുത്തുനിന്ന് മാത്രം ഫോൺ വാങ്ങരുത്. കാരണം അവരാണ് നിങ്ങളെ റെക്കോർഡ് ചെയ്യാൻ പോണത്. ഒരു പക്ഷേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആരെങ്കിലും പിടിക്കപ്പെട്ടാൽ ഇത് കാണിച്ച് ഈസി ആയിട്ട് രക്ഷപ്പെടാം. ഞാൻ ആ ഒരു ഹൈജാക്കർ അല്ലെന്ന് പറഞ്ഞിട്ട് ഇത് ആ ഒരു ഹൈജാക്കർ ചെയ്യുമ്പോൾ ഹീറോയിൻ്റെ കസിൻ എന്താണ് ചെയ്യുന്നത് എന്നാൽ ആ ഒരു ഹൈജാക്കേഴ്സിൻ്റെ ഫേക്ക് ഗണ്ണ് ഉപയോഗിച്ച് വെടിവെച്ച് കൊല്ലുന്ന പോലെ കൊല്ലുന്നുണ്ടല്ലോ. അതിനുശേഷം ഇവരെന്താണ് ചെയ്തതെന്നാൽ ഇവർ നടന്ന എല്ലാ കാര്യങ്ങളും കണ്ടിട്ടുണ്ടല്ലോ. അങ്ങോട്ട് ശരിക്കുള്ള ഫോൺ എടുത്ത് ആ ഒരു സീറ്റിനടിയിലേക്ക് തള്ളിവിട്ടത് ഇതെല്ലാം കണ്ടിട്ട് ആ ഒരു ശരിക്കുള്ള ഫോൺ എടുത്തിട്ട് ഇവരെന്താണ് ചെയ്തതെന്നാൽ ഇവരുടെ അടുത്ത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫോൺ ഉണ്ടാവും. അതെടുത്ത് അങ്ങോട്ടേക്ക് ഒരു സംശയവും വരാത്ത രീതിയിൽ അങ്ങോട്ട് ഇട്ടിട്ട് സൂപ്പറായിട്ട് ശരിക്കുള്ള ഫോൺ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു പ്ലാൻ ചെയ്തുകൊണ്ട് ചില ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. എന്തിന് ബോംബ് വെക്കണം, എന്തിന് കുള്ളു എയർപോർട്ട്, എന്തിന് എയറോപ്ലെയിൻ ഹൈജാക്ക് ചെയ്ത് ഇതടിക്കണം എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരുമ്പോൾ കുള്ളു എയർപോർട്ട് ഭയങ്കര ചെറുതാണ്. അതിൽ ഇത്രത്തോളം യാത്രക്കാരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഓഫീസേഴ്സ് വന്നാലും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതിൽ ബോംബ് ഉണ്ടെന്ന് മനസ്സിലായാൽ ഹീറോയിൻ്റെ കസിന് രക്ഷപ്പെടാൻ ഏകദേശം 20 മിനിറ്റ് കിട്ടും. സോ ബോംബ് ചോക്ലേറ്റ് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ആ ഒരു 20 മിനിറ്റ് ഹീറോയിൻ്റെ കസിന് എന്താണ് ചെയ്തതെന്നാൽ മിലിറ്ററി മാതിരി ഡ്രസ്സ് ഇട്ടിട്ട് ഇവിടുന്ന് എസ്കേപ്പ് ആയി പോയിട്ടുണ്ടാവും. ബാക്കി ആ ഒരു മരിച്ചു പോയെന്ന് അഭിനയിച്ച ഹൈജാക്കേഴ്സ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൂട്ടമായിട്ട് വരുന്നുണ്ടാവും എന്നതാണ് പ്ലാനിങ്. എന്തിനു വേണ്ടി ഹൈജാക്കേഴ്സ് എന്ന പേരിൽ ഇത് ചെയ്യണം എന്നൊരു ചോദ്യം വരുമ്പോൾ ഈ ഒരു ഒട്ടുമൊത്തം മിഷനും ഒരുത്തൻ്റെ മുഖം അടിച്ച് ചപ്പാത്തിയാക്കണം. അവൻ കരയണം, നല്ലോണം വേദനിക്കണം. അവസാനം എന്തിനാണ് ഇവരോട് തെറ്റ് ചെയ്തത് എന്ന അളവിൽ ജീവിതം മുഴുവൻ കഷ്ടപ്പെടണം എന്ന് പറഞ്ഞ് ഈ ഒരു ഒട്ടുമൊത്ത പ്ലാൻക്കും ഒരു വിശദീകരണം തരുമ്പോൾ അവിടെ ഫ്ലൈറ്റിൽ ഫുള്ളായിട്ട് അങ്കിട്ടിൻ്റെ മുഖത്തേക്ക് കുത്തി പരിപ്പ് ഇളക്കിയിട്ടുണ്ടാവും. അതിന് റീസൺ എന്തെന്ന് കാണിക്കുന്നുണ്ട്.
അവൻ അത്രത്തോളം ധൈര്യത്തിൽ ആളെ സെറ്റ് ചെയ്ത് എൻ്റെ മുഖത്ത് അടിക്കരുത് എന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടോ. എന്നാൽ വയറിൻ ചവിട്ടി കുഞ്ഞിനെ കൊന്ന് കളഞ്ഞിട്ടുണ്ട്. എത്രത്തോളം ദേഷ്യം ഉണ്ടാവും. ആ ഒരു ഒട്ടവും മൊത്തം പകയും വിദ്വേഷവും വെച്ച് തീർത്തിട്ടുണ്ട് നമ്മുടെ ഹീറോയിൻ. സോ ഇങ്ങനൊരു പ്ലാൻ ചെയ്ത് ആ ഒരു ഒട്ടവും മൊത്ത കാര്യങ്ങളും തീർക്കുന്നുണ്ട്. ഇതോടെ തീരുന്നില്ല. ഇപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് അങ്കിട്ടിനെയും മാനേജറിനെയും കാണിക്കുന്നുണ്ട്. മിനിസ്റ്ററുടെ ആളുകൾ അറഞ്ചം പുറഞ്ചം ബ്രൂട്ടലായിട്ട് കെട്ടിയിട്ട് തല്ലുന്നുണ്ട്. ഇവരെ എങ്ങനെ പെടുത്തി വിട്ടത് എന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിന് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. കോൾ ചെയ്തിട്ട് ആ ഒരു പാസ്വേഡ് ഇവർ രണ്ടുപേരും ഷെയർ ചെയ്തത് ഈ ഒരു ഹൈജാക്കേഴ്സ് കളക്ട് ചെയ്ത അങ്കിട്ടിൻ്റെ ഫോൺ എടുത്ത് ആ ഒരു ചാറ്റ് ഫോട്ടോ എടുത്ത് മിനിസ്റ്റർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു മാറ്റർ മനസ്സിലാക്കിയിട്ട് ആ ഒരു അടി വാങ്ങുന്ന സമയത്തും ചിരിച്ച് വെച്ച് ചെയ്തല്ലോ നമ്മളെ എന്നോർത്തിട്ട് ഇപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. ഒരു ചില നാളുകൾ കഴിഞ്ഞിട്ട് ആളെ മാറി പോയിട്ട് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് നമ്മുടെ ഹീറോയിന് ഹോസ്പിറ്റലിൽ വന്ന് ഇവനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇവനെ കൊണ്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഞാനേ തൊഴിലെല്ലാം വിട്ട് സമാധാനത്തോടെ ജീവിക്കായിരുന്നു. ഒരു പുതിയ ജീവിതം തുടങ്ങാൻ നല്ലവളായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ എന്നെ വീണ്ടും തൊഴിലേക്ക് കൊണ്ടുവന്നില്ലടാ എന്ന് പറഞ്ഞിട്ട് ഹീറോയിന് ഡയലോഗ് പറയുമ്പോൾ അങ്ങോട്ട് അപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു പ്ലാൻ ചെയ്യുന്നത് ഡയമണ്ട് അടിക്കാനാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. എന്നാൽ ഇതൊക്കെ എന്നോടുള്ള പ്രതികാരം വീട്ടാനാണോ? ഭയങ്കര മാസാണ് നിങ്ങളെ ഞാൻ ഇപ്പോഴും ലവ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഞാൻ വീണ്ടും ലവ് ചെയ്യാൻ തുടങ്ങി. നിങ്ങളെ വീണ്ടും ഞാൻ തേടി വരും എന്ന് പറയുമ്പോൾ പറ്റുമെങ്കിൽ വാടാ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടുന്ന് പോകുന്നുണ്ട്. പടവും ഇവിടെ തീരുന്നുണ്ട്. എന്നാൽ എൻ്റെ ക്രെഡിറ്റ്സിൽ അങ്ങോട്ട് തേടി വരുന്ന പോലെ കാണിക്കുന്നുണ്ട്. കോൾ ചെയ്ത് നിങ്ങളുടെ എക്സ് ബോയ് ഫ്രണ്ടാണ് മാഡം എന്ന് പറഞ്ഞ് ഇവിടെ പടം തീരുന്നുണ്ട്. ഒരു ചെറിയ ലീഡ് കൊടുക്കുന്നുണ്ട്. അടുത്ത പാർട്ടിൽ ഇവൻ തേടി പോകുന്ന പോലെ ഇതില്ലാതെയും പടം തീർക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ തീർത്താലും സൂപ്പർ ആവുമായിരുന്നു. സോ ഇതാണ് ഈ ഒരു പടത്തിൻ്റെ കഥ. എങ്ങനെ ഉണ്ടായിരുന്നു കഥ കമൻറ്റ് ചെയ്യും. എത്ര ടെസ്റ്റ് വന്നെന്ന് എണ്ണിയും അതും കമൻറ്റ് ചെയ്യും. 1 സെക്കൻഡ്, ദിസ് ഈസ് യുവർ മൂവി ട്രോൾ 23. ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അന്യഭാഷയിലുള്ള ടെസ്റ്റഡ് ആയിട്ടുള്ള ക്രൈം ത്രില്ലർ മൂവീസ് മലയാളത്തിൽ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ. മറക്കാണ്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തോളൂ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലൈക്ക്, ഹൈപ്പ് ഇതൊന്ന് ക്ലിക്ക് ചെയ്തേക്കണം പൊന്നുമക്കളെ. അപ്പോൾ അടുത്ത സിനിമയായിട്ട് വീണ്ടും വരാം. ഓക്കെ ബൈ.